ദൈവമേ കാത്തുകൊള്ളുക, കൈവിടാതെ ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുൾ ഒടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോൽ ഉള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു. ഞാനെപ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കുറച്ചെങ്കിലും മാറ്റം ഉണ്ടായിട്ടുള്ളത് അതിന് ശേഷമായിരിക്കും. ഏറ്റവും കൂടുതൽ ശ്രദ്ധയെക്കുറിച്ച് സംസാരിക്കുകയും ഏറ്റവും കൂടുതൽ ശ്രദ്ധ തെറ്റി ജീവിക്കുകയും ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ ആ ഒരു ക്ലാസ്, കുറേ വർഷങ്ങളായി തുടരുന്ന ഒരു ക്ലാസ്, ആ ഒരു കൂടൽ ഉണ്ടാക്കിയിട്ടുള്ള ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതിൽ പങ്കെടുത്തിരുന്ന ആളുകൾ, ആ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിരുന്ന ആളുകൾ, ആ ക്ലാസ് എടുത്തിരുന്നത് ആത്മോപദേശ ശതകവും ധർമ്മപദയും മൊഴിയാഴവും ഖലീൽ ജിബ്രാനും ഒക്കെ ആണെങ്കിലും അവരവരുടെ ഉള്ളിലുള്ള ക്രിയേറ്റിവിറ്റി ഉണർത്തിയെടുക്കാൻ ആ ഒരു കൂടിച്ചേരൽ ഏറെ സഹായിച്ചു എന്നുള്ളതാണ് ആ ഒരു കൂടലിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. വല്ലപ്പോഴുമൊക്കെ അവിടെ ഇവിടെ പോലും പാടാൻ മടിച്ചിരുന്ന ആളുകൾ ഇപ്പോൾ നന്നായി പാടുന്നവരായി, രണ്ടുവരി അവിടെ എവിടെയും കുറിച്ചു വച്ചിരുന്നവർ നന്നായി കവിത എഴുതുന്നവരായി, പലരും പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് CD കളൊക്കെ ഇറക്കുന്നു, പുസ്തകം ഇറക്കുന്നു. മറ്റുള്ളവരോട് മുഖത്ത് നോക്കി കുറച്ച് സമയമൊന്ന് സംസാരിക്കാൻ പോലും പ്രയാസപ്പെട്ടിരുന്നവർ പ്രസംഗിക്കാൻ തുടങ്ങി, ആളുകളോട് ഇൻട്രാക്ട് ചെയ്യാൻ തുടങ്ങി. അവരെല്ലാം, ഈ ക്ലാസ്സിലുള്ളവരെല്ലാം ധർമ്മപദ പഠിച്ചോ ആത്മോപദേശതകം പഠിച്ചോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ഈ ക്ലാസ്സിലുള്ള ഇതിൽ വരുന്ന 99% ആളുകളും ജീവിതത്തിൽ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നവരാണ്. മനുഷ്യൻ അടിസ്ഥാനപരമായി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയും വളരെ കുറച്ച് സമാധാനവും അനുഭവിക്കുന്ന ജീവിയാണ്. സമാധാനം വേണമെന്ന് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് കൂടുതലും. സ്വസ്ഥതയിലും സമാധാനത്തിലും വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രശ്നങ്ങളാണ്, വിഷമങ്ങളാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യർ അതിൻ്റെ ഇടയിലൊക്കെ നമ്മളൊരു സമാധാനം കണ്ടെത്തുന്നത് ഇതുപോലൊക്കെയാണ്. പാട്ടുപാടിയും കവിത എഴുതിയും കവിത വായിച്ചും വിശ്വസിച്ചും, ദൈവത്തിൽ വിശ്വസിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും, ഇങ്ങനെ പല 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 വഴികളിലൂടെയാണ് ജീവിതത്തിൽ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു ദൈവത്തിനും ഒരു ധ്യാനത്തിനും ഒരു പ്രാർത്ഥനയ്ക്കും ഒരു വിശ്വാസത്തിനും ഒഴിവാക്കി തരാൻ പറ്റാത്ത, നമ്മളുടെ ദൈനംദിന ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊന്നും ഒരാൾക്കും ഇതുവരെ ഒഴിവാക്കി തരാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനെ നമ്മൾ അതിജീവിക്കുകയാണ്. നമ്മളിതുപോലെ ഒന്നിച്ച് വല്ലപ്പോഴൊക്കെ മനുഷ്യർ തമ്മിൽ കണ്ട് വല്ലപ്പോഴും ഒന്ന് കൂടെ ഇരുന്ന് സ്നേഹം പറഞ്ഞ് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് വിശ്വസിച്ച് പുസ്തകം എഴുതി കവിത എഴുതി നൃത്തം ചെയ്ത് നടക്കാൻ പോയി. അങ്ങനെയൊക്കെ നമ്മൾ മെല്ലെ ഒരു പാരലലായിട്ട് റോഡ് വെട്ടിയിട്ടാണ് നമ്മളൊക്കെ കുറച്ച് സ്വസ്ഥത അനുഭവിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഫോൺ വരാറ്, ഷൗക്കത്തിന് ഒഴിവുണ്ടോ, ഒരു 5 മിനിറ്റ് വെറുതെ ഒന്ന് സംസാരിക്കാനാണെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ചോദിച്ചാൽ എന്ത് പറ്റി? അതൊന്നും പറഞ്ഞാൽ തീരില്ല, അത് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കില്ല, പക്ഷെ കുറച്ചൊരു 5 മിനിറ്റ് നിങ്ങളായിട്ടൊന്ന് സംസാരിക്കണം. അപ്പോൾ നമുക്കുള്ളിൽ എവിടെയോ അറിയാം. പണ്ട് നാറാണത്ത് ഭ്രാന്തൻ പറഞ്ഞതുപോലെ ഒരു മന്ത് മാറി, ഒരു കാലിലെ മന്ത് മാറി മറ്റേ കാലിലേക്കാകുമെന്നല്ലാതെ പരിപൂർണമായി മന്ത് മാറുന്ന ഒരവസ്ഥ ജീവിതത്തിലില്ല. പക്ഷെ പലതരത്തിലുള്ള മന്ദോടുകൂടി ജീവിക്കുമ്പോഴും നമുക്കൊരു സ്വസ്ഥത കിട്ടാൻ, സമാധാനം കിട്ടാൻ നമ്മളിങ്ങനെ പല വഴികൾ തേടുന്ന പാവം പിടിച്ച ജീവിക്ക് പറയുന്ന പേരാണ് മനുഷ്യൻ. നമുക്കെല്ലാം ഉണ്ടെങ്കിലും ഉള്ളിൽ അത്രമാത്രം ദാരിദ്ര്യം അനുഭവിക്കുന്ന മനുഷ്യരാണ്. ആ ഒരു അറിവാണ് നമ്മളെ വിനയാന്വിതരാക്കുന്നത്. ആ ഒരു അറിവാണ് നമ്മളൊക്കെ ഇങ്ങനെ കഴിയുന്നത്ര ഔപചാരികതകളില്ലാതെ
മനുഷ്യരിങ്ങനെ മെല്ലെ വരിക, കുറച്ച് പാട്ട് പാടി പറഞ്ഞ് തിരക്കില്ലാതെ വലിയ പരിപാടികളൊന്നുമില്ലാതെ ഇങ്ങനെ വന്ന് തമ്മിൽ കണ്ട് വർത്താനം പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ചില ദിവസങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇവിടെ വന്നിങ്ങനെ ഒന്നിച്ച് വെറുതെ ഇങ്ങനെ ചേർന്നിരുന്ന് പോകുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. അപ്പം അതിൻ്റെ ഇടയിൽ വന്നിരുന്നവർ എഴുതിയ പലരും നന്നായി ഒറ്റയ്ക്ക് തന്നെ സ്വന്തമായിട്ട് പുസ്തകമിറക്കാവുന്ന എഴുത്തുകാരതിൽ ഒരുപാടുണ്ടായിട്ടുണ്ട്. അവരെല്ലാവരും കൂടി ചേർന്ന് അവരുടെ എല്ലാ കൃതികളും ചേർത്ത് ഇറക്കുന്ന പുസ്തകമാണ് ഈ സഹിതം. അതിൻ്റെ ഒരു പ്രകാശനാണ് ഇന്ന് നടക്കാൻ പോകുന്ന ഒരു ചടങ്ങ്. രണ്ടാമത്തേത് നമ്മുടെ ഇബ്രാഹിംഖായുടെ അനുസ്മരണമാണ്. ഇബ്രാഹിംഖാനെ എന്തുകൊണ്ട് നമ്മൾ അനുസ്മരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇഷ്ടംപോലെ ആളുകൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ മരിച്ചു പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നു. ജുനൈദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുഹൃത്ത്. അപ്പോൾ സംഗീത് വരച്ച ഇബ്രാഹിംഖായുടെ ഒരു ഫോട്ടോയും അവൻ പറഞ്ഞു ഞാൻ അതൊന്ന് പകർത്തി വരയ്ക്കാൻ ശ്രമിച്ചതാണെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഒരു വോയിസ് മെസ്സേജാണ്. ആ വോയിസ് മെസ്സേജിൽ അവൻ പറയുന്നത്, ഞാൻ ഈ ഇബ്രാഹിംഖാനെ കണ്ടിട്ടില്ല, പക്ഷേ കുറേ വർഷങ്ങളായി പരിചയപ്പെട്ടിട്ട് എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും രാവിലെ എനിക്ക് ആദ്യം വരുന്ന ഫോൺ ഇബ്രാഹിംഖായുടെയാണ്. ഫോൺ വരും, ഫോൺ വന്ന് എന്നെ വിഷ് ചെയ്യും. വെറുതെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാൻ മാത്രമല്ല ചെയ്യുന്നത്, കുറച്ച് നേരം വർത്താനം പറയും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയും, നല്ലതൊക്കെ പറയും. എൻ്റെ ജീവിതത്തിൽ എന്നെ ഇത്രയും പരിഗണിച്ച ഒരാളില്ല. പലരും ബർത്ത്ഡേ വിഷൊക്കെ ചെയ്യാറുണ്ടെങ്കിലും കറക്റ്റായിട്ട് എത്രയോ വർഷങ്ങളായി മുടങ്ങാതെ ഒരിക്കലും കാണാത്ത, വല്ലപ്പോഴും മാത്രം എപ്പോഴോ ഫോണിൽ മാത്രം സംസാരിക്കുന്ന ഒരാൾ കറക്റ്റായിട്ട് ആ ബർത്ത്ഡേക്ക് വിളിക്കുമ്പോൾ അയാൾ ഇവിടെ ജീവിക്കാനുള്ളൊരു ഊർജ്ജം അയാൾക്ക് ഉണ്ടാവുകയാണ്. താൻ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളൊരു ഫീൽ ഉണ്ടാവുകയാണ്. ഒരുപക്ഷെ ഞാൻ ഇബ്രാഹിംഖാ എന്ന് പറയുന്ന ആ സുഹൃത്തിൽ നിന്ന് പകർത്താൻ ശ്രമിക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇത് എല്ലാവർക്കും പറയാനുള്ളതാണ്. നമ്മൾ ഈ ബുദ്ധനെയും മുഹമ്മദ് നബിയെയും യേശു ക്രിസ്തുവിനെയും ഒക്കെ കുറേ കാലങ്ങളായി ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിചാരിക്കുന്നത് നമുക്കിടയിലുള്ള ചില സാധാരണ മനുഷ്യരിലുള്ള ബുദ്ധനെ നമ്മൾ കാണണമെന്നാണ്. നമ്മളിങ്ങനെ ഈ പ്രവാചകന്മാരുടെയും ഗുരുക്കന്മാരുടെയും കഥകൾ പറഞ്ഞ് കോൾമയർ കൊള്ളുമ്പോൾ വല്ലപ്പോഴും നമുക്ക് ചുറ്റും ചില ബുദ്ധന്മാരുണ്ട്. അവർ വലിയ ആൾക്കാരൊന്നുമല്ല, എല്ലാ സാധാരണ തരത്തിലുള്ള ബലഹീനതകളും ന്യൂനതകളും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ അവരിലുള്ള ചില വെളിച്ചങ്ങളുണ്ട്. അതിൽ ഇബ്രാഹിംഖാ എന്നെ ഏറ്റവും സ്പർശിച്ചിട്ടുള്ള അദ്ദേഹത്തിലൊരു വെളിച്ചം എന്ന് പറയുന്നത് കൺമുമ്പിൽ തൻ്റെ അടുത്ത് വരുന്നവരെ മാനിക്കുക, റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ വിഷ് ചെയ്യുക. വളരെ സിമ്പിളാണ്, എല്ലാ അർത്ഥത്തിലും വിഷ് ചെയ്യുക. ചായ കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, സ്നേഹം പറഞ്ഞ്, ഷെയ്ക്കിൻ്റെ കൊടുത്ത്, ഗേറ്റ് വരെ നടന്നു വന്ന് അകത്തേക്ക് കൊണ്ടുപോയി, വീട്ടിൽ വന്ന് പോകുന്നവരെ ഗേറ്റ് വരെ കൊണ്ടുപോയി യാത്ര അയക്കുക. ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ബ്രഹ്മവിദ്യയൊന്നുമില്ല. പക്ഷേ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ വിട്ട് പോയപ്പോൾ ഇന്നിവിടെ ഉണ്ടാവേണ്ട ഒരാളാണ്. അദ്ദേഹത്തിന് പ്രായമായി എന്നുള്ള കാര്യമൊന്നും ഞാനും ഓർക്കാറില്ല. ഞാൻ വയനാട് പോകുമ്പോൾ വണ്ടിയിൽ ചിലപ്പോൾ വല്ല ബോക്സ് ഉണ്ടാവും, ബുക്സൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ബോക്സ് തുറന്നപ്പോൾ തന്നെ എന്നോട് ഇബ്രാഹിംഖാ പറയും, ഷൗക്കത്ത് ഇറക്കണ്ട, ഞാൻ ഇറക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിംഖാ ആ ബോക്സ് എടുക്കും. അപ്പോൾ ഞാൻ മാറി നിൽക്കും. ഇബ്രാഹിംഖാ വന്ന് ആ ബോക്സ് എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഇബ്രാഹിംഖായേക്കാൾ ഒരുപാട് പ്രായമുള്ള വയസ്സിനും ഇബ്രാഹിംഖാ വളരെ ചെറിയ ആളാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടല്ലോ ഞാൻ മാറി നിൽക്കുന്നത്. ഞാനൊരിക്കലും പറയുന്നില്ല വേണ്ട ഇബ്രാഹിംഖാ ഞാൻ എടുക്കാമെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ എടുക്കാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാക്കുക, അയ്യോ ഇബ്രാഹിംഖാക്ക് പ്രായമുണ്ടല്ലോ. ഒരിക്കൽ പോലും അപ്പോൾ എന്നിട്ട് എടുക്കുമ്പോൾ ഞാൻ പോയിട്ട് കൂടെ പിടിക്കും. അതായത് ഈ പ്രായം എന്ന് പറയുന്നത് ബാധിക്കാത്ത ഒരു ഊർജം അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം ഇതാണ്. ഒരു കാര്യം, ഇപ്പോൾ ഇന്ന് ജുനൈദിൻ്റെ ബർത്ത്ഡേ ആണെന്ന് കൃത്യമായിട്ട് ഇബ്രാഹിംഖാക്ക് അറിയാം. ഉടനെ രാവിലെ എണീറ്റ്, ഒരു പണിയില്ലാതിരിക്കുന്ന ആളല്ല കേട്ടോ, രാവിലെ മുതൽ രാത്രി വരെ തുടർച്ചയായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം ചെയ്യേണ്ടത് പിന്നത്തേക്ക് മാറ്റിവെച്ചില്ല എന്ന ഒറ്റ കാരണമാണ് അദ്ദേഹത്തിൻ്റെ യൗവനം. ഒറ്റ കാരണമാണ്. അദ്ദേഹം നന്നായി ഭയങ്കര പ്രാർത്ഥിക്കുന്ന ആളോ വലിയ ദൈവവിശ്വാസിയോ ഒന്നുമല്ല. എല്ലാം ഉള്ളൊന്നിനെതിരല്ല, എല്ലാം ഉണ്ട്. പക്ഷേ ആ ഊർജം, ആ ഒരു വെളിച്ചം ആ മനുഷ്യനിൽ നിന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യവും പിന്നത്തേക്ക് മാറ്റി വെക്കാറില്ല. ഒരാൾ വീട്ടിൽ വരുമ്പോൾ തിരക്ക് പ്രകടിപ്പിക്കാറില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഒരുപാട് സമയമുള്ള ഒരാളുടെ മുമ്പിലിരിക്കുന്നത് പോലെയാണ് ആ വീട്ടിൽ കയറി ചെന്നിട്ടുള്ള എല്ലാവരും അനുഭവിച്ചിട്ടുള്ളത്.
പൊതുവെ മനുഷ്യർ പ്രശസ്തരോ ധനാഢ്യരോ ഉന്നത അധികാര സ്ഥാനത്തിരിക്കുന്നവരോ വീട്ടിൽ കയറി വരുമ്പോഴാണ് എല്ലാം മാറ്റിവെച്ച് കൂടെ ഇരുന്ന് കൊടുക്കുക. ബാക്കിയുള്ള നമ്മൾ കുറച്ച് തിരക്കുണ്ട് കേട്ടോ എന്ന് പറയും. ഈ കുറച്ച് തിരക്കുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരു ബോഡി ലാംഗ്വേജ് ഇബ്രാഹിം കായിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല, ആരും അനുഭവിച്ചിട്ടില്ല. എൻ്റെ മാത്രമല്ല, ആ ഒരൊറ്റ കാരണത്താലാണ് സത്യത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഞാൻ ഈ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ 9 മണിക്കാണ് ക്ലാസ് എങ്കിൽ 8:55 ആദ്യം വന്നിരിക്കുന്ന ആൾ ഇബ്രാഹിക്കായിരിക്കും. ഈ ഒരു ജീവിതത്തിലെ ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും കഴിയുന്നത്ര കൃത്യത പാലിച്ചു തൻ്റെ അടുത്ത് വരുന്ന മനുഷ്യരെ മുഴുവൻ, അത് പ്രായമൊന്നുമില്ല. ഐത്തൂൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ഇബ്രാഹിം, അല്ലാണ്ട് വല്യപ്പയല്ല, ഫ്രണ്ടാണ് ശരിക്കും. അങ്ങനെ റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് സംസാരിക്കുക. ഒരു വാക്ക് പോലും നമ്മളൊക്കെ ശ്രദ്ധിച്ചാൽ, നമ്മൾ വലിയ ഫിലോസഫി പറയുന്നവരും വായിക്കുന്നവരും ചിന്തിക്കുന്നവരും ഒക്കെയാണ്. ഞാൻ ജലാലുദ്ദീൻ റൂമിയുടെ എന്നാണ് വായിച്ചിട്ടുള്ളത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. നിങ്ങളൊരു ഈ പ്രപഞ്ചത്തിലും ദൈവത്തിലും വിശ്വസിക്കുന്നവരാണ് എന്നതിന് ഒരേ ഒരു തെളിവ് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ വാക്ക് വേറൊരാൾക്ക് നോവാവാതിരിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരെ നോവിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് നിങ്ങളിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് ചേർന്നിരിക്കുന്നവരല്ല. നമ്മുടെ വാക്ക് ഏതെങ്കിലും രീതിയിൽ മറ്റുള്ളവരെ നോവിപ്പിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ പറയുന്നില്ല. അപ്പോൾ ആ വെളിച്ചമുള്ള വാക്കിനെയാണ് അദ്ദേഹം പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സ്മരിച്ചിട്ടുള്ള കുറച്ച് പേരുടെ വർത്തമാനവും അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഒരു ജീവിതത്തിൻ്റെ ധന്യത എന്ന വിഷയത്തിൽ കുറച്ച് പേരുടെ സംസാരമൊക്കെ ആയിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് ഇന്നത്തെ പരിപാടി. അതിലെ ആദ്യത്തെ പരിപാടി ബുക്ക് റിലീസാണ്. ബുക്ക് റിലീസിലേക്ക് കടക്കുന്നതിന് മുമ്പ് പവിത്രയുടെ ഒരു പാട്ട് കേട്ടിട്ട് അതിലേക്ക് കടക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രശസ്ത കവി വൈലോപ്പിള്ളി കുട്ടികൾക്ക് പരിചയപ്പെടുത്തിയ ഒരു ഭാഷാ കേളിയാണ് കാവ്യകേളി. ഈ കവിതകൾ കോർത്തിണക്കിയ ഒരു മത്സര ഇനമാണ്. അർത്ഥപൂർണമായ 8 വരികൾ ചേർന്ന കവിതാഭാഗങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ 5ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വെച്ചാണ് അടുത്തയാൾ ചൊല്ലുന്നത്. ഇതാണ് മത്സര രീതി. കുറച്ച് കവിതാഭാഗങ്ങൾ അവതരിപ്പിക്കുന്നു. പൊന്നും മണികളും കിഴികെട്ടി തന്നിടാം പുന്നാരക്കുട്ടനെ ഞാനിടുക്കും. പൊന്നും നോക്കാതെ അമ്മണി നോക്കാതെ അമ്മ തൻ കണ്ണുകൾ ചൂന്നിടുത്തു. പുലരിച്ചിന്താമര പോലവേ പൂതത്തിൻ തിരുമുമ്പിലർപ്പിച്ചു തൊഴുതുരച്ചു. ഇതിലും വലിയതാണെൻ്റെ പൊന്നോമന, അതിനെത്തരികെൻ്റെ പൂതമേനി. ഇതിലെ 5ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് അടുത്തയാൾ ചൊല്ലുന്നത്. ഇതിൻ്റെ 5ാമത്തെ വരിയിലെ ആദ്യത്തെ അക്ഷരം പായാണ്. അപ്പം അതിനൊരു കവിയിലും കൂടെ ചൊല്ലാം. പറയാനാമോ രുചിഭേദങ്ങൾ ഈ അച്ഛനും മകളെ നീയും തമ്മിൽ, എത്ര മാമ്പഴക്കാലമകലം ശരീരത്തിൽ മനസ്സിൽ രുചിയിലും. അറിയുന്തോറും നിനക്കെന്നെയും പൊളിച്ചിടാം. എങ്കിലും നിന്റെ കൗതുകത്തിൻ്റെ പീലിക്കണ്ണിപ്പോൾ എൻ മനസ്സിനെ ഒരു വണ്ടാക്കി മാറ്റുന്നല്ലോ. ഓടുന്ന തീവണ്ടി തൻ ജാലകം വഴി ഇതാ ഞാൻ മൂളിപ്പറക്കുന്നു മാമ്പഴക്കാലം തേടി. ഇതിലെ 5ാമത്തെ അക്ഷരം ആയാണ്. അതിനൂടെ ചൊല്ലി ഞാൻ അവസാനിപ്പിക്കുന്നു. അകലത്തകലത്തിങ്ങോ നിന്നൊരു കുരവയുമാർപ്പും കേട്ടല്ലോ. മയിലാടും മലമേട്ടിൽ നിന്നൊരു മലർമഴ ചാറി പെയ്തല്ലോ. അക്കരമേലെ നോക്കടി പെണ്ണെ ചക്കരമാവുകൾ പൂത്തല്ലോ. നാണം കൊള്ളണതെന്തിടി കണ്ണെ
മരണണഞ്ഞു കഴിഞ്ഞല്ലോ. നമസ്കാരം. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് സത്യവതി അമ്മയാണ്. സത്യവതി അമ്മ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. അതുപോലെ തന്നെ ഭാനുത്ത ഇബ്രാഹിംകാരുടെ സുഹൃത്താണ്, കൂട്ടുകാരിയാണ്. പിന്നെ നമ്മളുടെ സതീഷ് സ്വാഗതം പറയും. സവിതേച്ചിയും അതുപോലെ റോബിനും കൂടിയാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റോബിൻ വന്നിട്ടില്ല. അപ്പോൾ സവിതേച്ചി പുസ്തകത്തെക്കുറിച്ച്, ഈ പുസ്തകം രൂപപ്പെട്ടതിനെക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ആദ്യം സ്വാഗതം പറയാൻ സതീഷിനെ വിളിക്കുന്നു. സതീഷാണ് നമ്മളുടെ ഈ ഒരു ക്ലാസ്സിലുള്ള സൗഹൃദങ്ങളെ മുഴുവൻ ചേർത്ത് കൊണ്ടുപോകുന്ന പശയാണ് സതീഷ്. സതീഷാണ് എല്ലാവരും ചേർത്ത് ഒട്ടിച്ച് കൊണ്ടുപോകുന്നത് ആള്. ഇപ്പോൾ സതീഷ് വലിയ പൂജാരിയാണ്. സത്യത്തിൽ ജീവിതത്തിലെ ഏറ്റവും നല്ല ഞാൻ കണ്ടിട്ടുള്ളൊരു പൂജാരി സതീഷാണ്. അപ്പോൾ സതീഷിനെ ഈ പുസ്തക പ്രകാശനത്തിൻ്റെ സ്വാഗതത്തിന് ക്ഷണിക്കും. ഷൗക്ക നല്ല മനോഹരമായിട്ട് എനിക്കൊരു പണി തന്നിരിക്കുക. ഇങ്ങനൊരു മൈക്കയുടെ പിന്നിൽ നിന്നിട്ടുള്ള ഒരു സംസാരം തീരെ പരിചയമില്ലാത്തതാണ്. പിന്നെ നമ്മളെല്ലാവരും ഒരു കുടുംബക്കാരായതുകൊണ്ടും ഒരുപാട് സുഹൃത്തുക്കളായതുകൊണ്ടും മുഖം എന്താ പറയുക, എന്ത് വേണമെങ്കിലും പറയാലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവരും ഇങ്ങനെ നേരിട്ട് കാണാനായിട്ട്. വർഷത്തിലൊരിക്കലെങ്കിലും നമ്മളിങ്ങനെ കൂടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഓണത്തിനാണ് നമ്മൾ അവസാനമായിട്ട് തൃശ്ശൂർ വെച്ചിട്ട് കൂടിയത്. അപ്പം അതിൽ നിന്ന് അന്ന് കഴിഞ്ഞ ഈ ഓണത്തിൻ്റെ സമയത്തിന് അതുപോലെ തന്നെ സൗഹൃദ സംഗമം സംഘടിപ്പിച്ച സമയത്താണ് ഇബ്രാഹിംക്കൊക്കെ ഇങ്ങനെ തീരെ സുഖമില്ല എന്നറിയുന്നതും നമ്മുടെ പ്രോഗ്രാം മാറ്റിവെച്ചതും. പിന്നെ ഈ പുസ്തകത്തിൻ്റെ വർക്ക് അവസാന ഘട്ടത്തിലേക്ക് നടക്കുകയാണ്. അപ്പോൾ അതിന് ഒരുമിച്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റിവെച്ചത്. എന്തായാലും ഇത് ഇവിടെ തന്നെ നടത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഇതിനെ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു കൂടിച്ചേർന്നിരിക്കേണ്ടതിന് കാരണം ഒരിക്കൽ പോലും നമ്മൾ നേരിട്ട് കാണാൻ സാധ്യമില്ലാത്ത ആൾക്കാരാണ്. ഷൗക്ക എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കിലോമീറ്ററുകളും അടുത്താണ്. ടീച്ചർ നമ്മുടെ തൊട്ടടുത്ത് താമസിക്കുന്ന നമ്മുടെ നാട്ടുകാരിയായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും നമ്മൾ നേരിട്ട് കാണാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ ഒരു കുടുംബം പോലെ ആയി തീർന്നു. അതിന് നമ്മൾ ആദ്യം നന്ദി പറയേണ്ടത് സത്യത്തിൽ കോവിഡിനോട് തന്നെയാണ്. ഷൗക്ക ഇവിടെ സൂചിപ്പിച്ചായിരുന്നു, ആ കോവിഡ് കാലത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ആ മഹാമാരിയുടെ മുമ്പിൽ പകച്ചുപോയി നിന്ന സമയത്ത് മരുഭൂമിയിൽ മഴവെള്ളം പെയ്യുന്ന പോലെ ആ തുള്ളിയായിട്ട് വൈകുന്നേരങ്ങളിൽ 8:30 സമയത്ത് ഫേസ്ബുക്ക് ലൈവിലൂടെ ഷൗക്ക നമ്മളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നിത്യചൈതന്യേതി, നാരായണ ഗുരു, ഷൗക്കയെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി, ഖലീൽ ജിബ്രാൻ, അങ്ങനെ ഓരോ വഴിവിളക്കളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കുറിച്ചിട്ട്, വ്യക്തികളെ കുറിച്ചിട്ട്, അവരുടെ ദർശനങ്ങളെക്കുറിച്ച്, ജീവിതം പറയൽ, അങ്ങനെ ഏകദേശം 2 മാസത്തോളം നമ്മളങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുതിയൊരു മാധ്യമമായിട്ടുള്ള ഗൂഗിൾ മീറ്റിലൂടെ വീണ്ടും നമ്മൾ ആത്മോപദേശകമായിട്ട് ഒരു ഗൂഗിൾ മീറ്റ് ഓൺലൈൻ ക്ലാസ്സിലായിട്ട് വരുന്നത്. ഒരു 100-ലധികം ആൾക്കാർ അന്ന് ഗൂഗിൾ മീറ്റിലൂടെ ആ ക്ലാസ് കേൾക്കാനായിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് മാഷ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാലും അതിൽ വീണ്ടും പോവാൻ മടിച്ചിട്ട് കുറച്ച് പേര് അവിടെ തങ്ങി നിന്നായിരുന്നു. അവരവിടെ ജീവിതം പറഞ്ഞു, കഥ പറഞ്ഞു, കവിത പറഞ്ഞു, രാഷ്ട്രീയം പറഞ്ഞു, കവിത ചൊല്ലി, പാട്ടുപാടി. ആ സമയത്ത് ഈ ക്ലാസ് കഴിഞ്ഞിട്ടും അവിടെ ഇരിക്കുന്നത് ശരിയല്ല എന്ന് മാഷയുടെ ഒരു നിർദ്ദേശം വന്നതിനെ തുടർന്ന് ഇതിനൊരു പാരലായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഹാർമണി എന്നാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ, ആ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് രൂപപ്പെട്ടു വന്നാണ് ഹാർമണി വന്നിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ്. എല്ലാവരും ഒരു കുടുംബം പോലെ എങ്ങനെ നമുക്ക് ഇഴചേർന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു വാക്കുകൊണ്ടോ എഴുത്തുകൊണ്ടൊന്നും നിർവചിക്കാൻ കഴിയാത്ത ഒരു ആത്മബന്ധമായിരുന്നു സത്യത്തിൽ. അത് വന്നതിന് ശേഷം കൊതിയോടെയായിരുന്നു എല്ലാവരും അതിലൂടെ. ആയിരക്കണക്കിന് മെസ്സേജുകളായിരുന്നു ഒരു ദിവസം ഉണ്ടായിരുന്നു. പാട്ടായിട്ടും കവിതയായിട്ടും പറച്ചിലായിട്ടും ട്രോളുകളായിട്ടും കളിയാക്കലുകളായിട്ടും ഫോട്ടോകളായിട്ടും എല്ലാം ഒരു ആയിരക്കണക്കിന് മെസ്സേജുകൾ. ഇത് നോക്കി തീർക്കാൻ തന്നെ 2 ദിവസം വേണം. ഒരു ദിവസത്തെ ഒരു ഹാർമണിയുടെ ഒരു ദിവസത്തെ പോസ്റ്റ് തന്നെ നോക്കാനായിട്ട് 2 ദിവസം എടുത്തിരുന്ന, അത്രയും കാലം എടുത്തിരുന്ന അത്രയും ആൾക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഷൗക്കയ്ക്ക് വയ്യാതായിരുന്ന സമയത്ത് 1-2 പേര് ഇതുപോലെ തന്നെ അതിലൊരു ലിങ്ക് അയച്ചു. ആ ലിങ്കിലൂടെ വീണ്ടും നമ്മൾ കഥകൾ പറഞ്ഞു, കവിത പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് എന്തെങ്കിലും ഇത് മാത്രം പോരാ എന്നൊരു ചിന്ത, നല്ല അത്യാവശ്യം പറയുന്ന ആൾക്കാർ, പാടുന്ന ആൾക്കാർ, എഴുതുന്ന ആൾക്കാരൊക്കെ ഏകദേശം രൂപപ്പെട്ടു വന്ന സമയത്താണ്
ഈ റോബിൻ ചേട്ടൻ്റെയും സവിതോപ്പളുടെ ഒക്കെ നിർദ്ദേശപ്രകാരം നമ്മളൊരു ഓരോ വിഷയത്തെക്കുറിച്ചിട്ട് ചിന്തകൾ തുടങ്ങിയതും അതിനെക്കുറിച്ചിട്ട് പറയാനും എഴുതാനും തുടങ്ങിയത്. വൈകുന്നേരങ്ങളിൽ തുടങ്ങിയിട്ടുള്ള സംസാരം വെളുക്കുന്ന സമയം 3-3:30 വരെയെങ്കിലും നമ്മൾ ഇരുന്ന് സംസാരിച്ചിട്ടുള്ള ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓരോ വിഷയത്തെ കുറിച്ചിട്ടും. അതിൽ നിന്ന് രൂപപ്പെട്ടു വന്നതാണ് ഇങ്ങനൊരു പുസ്തകത്തിൻ്റെ ഒരു ആശയം. ഒരുപാട് പേര് അന്ന് എഴുതിയിരുന്നു, പറഞ്ഞിരുന്നു. കവിതയായിട്ടും കഥയായിട്ടും പറച്ചിലായിട്ടും ഒരുപാട് പേരുടെ ലേഖനങ്ങൾ ഇങ്ങനെ വന്നിരുന്ന സമയത്താണ് നമുക്കിതൊരു പുസ്തകമാക്കണം എന്നുള്ളൊരു ആശയത്തിലേക്ക് എത്തിയതും. ഒരു 2-3 വർഷമായി തോന്നുന്നു അതിൻ്റെ പണിപ്പുരയിലായിട്ട്. അതിന്ന് നമ്മുടെ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ്. അങ്ങനെ ഒരിക്കൽ പോലും കാണാത്ത ഒരുപാട് പേര് ചേർന്നിട്ടുള്ളൊരു കുടുംബം ഇന്നിവിടെ വീണ്ടും നമ്മൾ ഒന്നിച്ചിരിക്കുന്നു ഈ ഒരു പുസ്തക പ്രകാശനത്തിനായിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ഓർമ്മകളായിട്ട് നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ഇബ്രാഹിംക്കയുടെ അനുസ്മരണ ചടങ്ങുകളായിട്ടും അതിലുപരി ഒരു സൗഹൃദ സംഗമമായിട്ടും നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുകയാണ്. ആയതിലേക്ക് കുടുംബത്തിലെല്ലാവരെയും നമ്മളിങ്ങനെ ക്ഷണിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. എന്നാലും ഒരു ഔപചാരികതയുടെ പേരിൽ എല്ലാവർക്കും സ്വാഗതം. ഇനിയും ഇതേപോലെയുള്ള സംഗമങ്ങൾ നമുക്കുണ്ടാവണം. ഒരുപാട് ആൾക്കാർ വരണം, അവരുടെ എഴുത്തുകൾ ഉണ്ടാവണം, പുസ്തകങ്ങൾ ഉണ്ടാവണം. ഹാർമണി സീരീസിലെ ആദ്യത്തെ ഒരു പുസ്തകമാണ് ഇത്. നേരത്തെ ഷൗക്ക സൂചിപ്പിച്ച പോലെ ജിജോ ചേട്ടൻ പറഞ്ഞു ഒരുപാട് നല്ല എഴുത്തുകാർ ഈ കൂട്ടത്തിലുണ്ട്. അവരുടേതായിട്ടുള്ള പുസ്തകങ്ങൾ മാത്രമായിട്ട് ഇതേപോലെ തന്നെ വരണം. അതിന് എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാവും, പ്രാർത്ഥനകൾ ഉണ്ടാവണം, എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം. അതുമാത്രമല്ല, നമ്മുടെ കൂടെയുള്ള 2 പേരുടെ മക്കൾ തീരെ സുഖമില്ലാതെ ഇരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ്. നമ്മുടെ പ്രാർത്ഥനകൾ അവരുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ കൂടെ ഉണ്ടാവേണ്ട അദ്ദേഹം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടില്ല. ഒരു ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് തീരെ വരാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഇന്നിവിടെ നിറസാന്നിധ്യമായിട്ട് അദ്ദേഹം ഉണ്ടാവേണ്ടതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിട്ടില്ല. പിന്നെ ഒരാൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും ഇതേപോലെ തന്നെ സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും കൂടി അവരെ കൂടെ ഉണ്ടാവണം എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇനിയും ഇതേപോലെ നമ്മൾ കൂടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ഒരു ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു പുസ്തകം ഇത്രയും പെട്ടെന്ന് ഇറങ്ങാനുണ്ടായ ഒരു കാരണമുണ്ട്. ഞാൻ നമ്മുടെ നിയതം ബുക്സിൻ്റെ ജിജോ ആയിട്ട് ഏതോ ഒരു വിഷയം വെറുതെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ ഒരു പുസ്തകമുണ്ട്, എല്ലാ മാറ്ററൊക്കെ തയ്യാറായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്നാൽ ഒന്ന് പെട്ടെന്ന് ഇങ്ങോട്ടേക്കൊന്ന് അയക്കുമോ എന്ന് പറഞ്ഞു. അപ്പോൾ ആളത് വായിച്ച് ആൾക്കത് വളരെ ഇഷ്ടപ്പെട്ടു. സാധാരണ വിചാരിച്ചിരുന്നത് അതിലേക്കൊരു ശ്രദ്ധ പോകാതിരുന്നു, അതിലുള്ളതൊന്നും കാര്യമായ വെറുതെ അങ്ങനെ ഒരു കൂട്ടായ്മയിലുള്ളവർ എഴുതിയതല്ല, അങ്ങനെ ഒരു ക്വാളിറ്റിയുള്ള വർക്കൊന്നും ആയിരിക്കില്ല എന്നുള്ളൊരു ധാരണയായിരുന്നു. പക്ഷേ ജിജോ അത് വായിച്ചിട്ട് ജിജോ പറഞ്ഞത് വളരെ നല്ല പുസ്തകമാണ്, എത്രയും പെട്ടെന്ന് ചെയ്യണം. അങ്ങനെ അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നിരുന്ന എല്ലാ വർക്കും മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു വർക്കിലൊരു തപസ് പോലെ ഇരുന്നിട്ട് പെട്ടെന്നാണ്, കാരണം നമ്മൾ ഈ ഒരു ഡേറ്റിൽ ഇറക്കാൻ വേണം. അപ്പോഴാണ് ഇബ്രാഹിംക്കാട് ഇങ്ങനെ ഒരു അനുസ്മരണം നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചപ്പോൾ ഈ പുസ്തകവും കൂടി ചേർത്തിറക്കാൻ തീരുമാനിച്ചു. അത് അതിമനോഹരമായിട്ടാണ് അദ്ദേഹം അത് ലേ ഔട്ട് ചെയ്തിട്ടുള്ളത്. ഓരോന്നിനും ഒരുപാട് നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ലേഖനത്തിനും കവിതയ്ക്കും കഥകൾക്കൊക്കെ അതിനോട് ചേർന്ന ഫോട്ടോസ് കണ്ടെത്തി അത് ഡൗൺലോഡ് ചെയ്ത് അത്ര പെർഫെക്റ്റായിട്ട് അദ്ദേഹം, പൊതുവെ നിയതം ബുക്സ് നമുക്കറിയാം ഒരു പബ്ലിക്കേഷനിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാത്ത ഒരാളാണ്. ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് അത് ഇറക്കി. അതുകൊണ്ട് ജിജോയുടെ ഉണ്ട് നിയതം ബുക്സിനും പ്രത്യേക സ്നേഹം പറയണം. ജിജോ എത്രയോ വർഷങ്ങളായിട്ട് കൂടെ ഉള്ള ആളാണ്. ജിജോയും സോജോയും കൂടിയാണ് നിയതം ബുക്സ് കൊണ്ട് നടക്കുന്നത്. എങ്ങനെയാണ് ഒരു പുസ്തകം, ഗുരുനിത്യ എപ്പോഴും പറയും, ഒരു പുസ്തകം എഴുതുന്നത് പൂർത്തിയാവുക ആ പുസ്തകം ഏറ്റവും ഭംഗിയിൽ പുറത്തു വരുമ്പോഴാണെന്ന്. അതുകൊണ്ട് തന്നെ ഒരു എഴുത്തുകാരനെ പൂർത്തീകരിക്കുന്ന സാന്നിധ്യമാണ് നിയതം ബുക്സ്. അപ്പോൾ ഏതൊരു എഴുത്തുകാരനും നിയതം ബുക്സിലൂടെ ഒരു ബുക്ക് പുറത്തിറങ്ങുമ്പോൾ അവരത് നോക്കിയിട്ട് ആ സൃഷ്ടി പൂർണ്ണമാകുന്നത് അപ്പോഴാണ്, ആ ബുക്ക് കയ്യിലെടുക്കുമ്പോഴാണ്. അപ്പോൾ എഴുത്തുകാരൻ എന്ന പൂർണ്ണത അനുഭവിപ്പിക്കാൻ സഹായിക്കുന്ന തരത്തിലാണ് നിയതം ബുക്സ് ഇതുവരെ ഇറക്കിയിട്ടുള്ള എല്ലാ പുസ്തകങ്ങളും. ഒരു പുസ്തകത്തിനും അദ്ദേഹം അതിൻ്റെ പ്രൊഡക്ഷനിൽ, അതിൻ്റെ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാറില്ല. അപ്പം അങ്ങനെയുള്ള അത്രയൊരു ഡെഡിക്കേറ്റഡ് ആയ ഒരു തപസ് പോലെ ഒരു പ്രസാദനം നടത്തുന്ന ആളാണ് ജിജോയും സോജയും. അതുകൊണ്ട് അവരെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ് ഈ സമയത്ത്. ഈ പുസ്തകം ഇത്രയും പെട്ടെന്ന് ഇത്രയും ഭംഗിയിൽ ചെയ്തതിൽ ഇന്നത്തെ ദിവസം തന്നെ അത് നമുക്ക് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞതും വലിയ സന്തോഷം. റോബിൻ ഈ ഒരു പുസ്തകം രൂപപ്പെടുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച റോബിനെ ഓർക്കാതെ പറ്റില്ല. കാരണം റോബിൻ്റെ ഒരു
നിരന്തരമായിട്ടുള്ള നിർബന്ധമാണ് പലരെയും ഇതിൽ എഴുതിപ്പിച്ചിട്ടുള്ളത്. പലരും ഇതിൽ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പോൾ ആൾ പിന്നാലെ നടന്ന് തിരുത്തി കൊടുത്തൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള എഴുത്തുകളാണ് ഇതിൽ കൂടുതലുള്ളതെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഈ റോബിൻ ഇല്ലാത്തത് കൊണ്ടും പിന്നെ സവിതേച്ചിയും റോബിനും കൂടിയാണ് ഇത് കളക്ട് ചെയ്തതും എഡിറ്റ് ചെയ്തതൊക്കെ. അപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക്, ഈ രൂപപ്പെട്ടതിനെക്കുറിച്ച് സവിതേച്ചി സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരു സമ്മിശ്ര വികാരത്തോടെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. ഇന്നെനിക്ക് വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല, തീരെ വയ്യായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഇവിടെ വരാതെ പറ്റില്ല എന്നുള്ളൊരു എന്തോ ഒരു ഉൾവിളി തോന്നി ഇവിടെ എത്തിയതാണ്. പ്രത്യേകിച്ചും ഇബ്രാഹിം കെയുടെ ഈ ഒരു അനുസ്മരണമാണ് എനിക്ക് ഈ പുസ്തകത്തിനേക്കാൾ കൂടുതൽ എനിക്കിവിടെ വരണമെന്ന് തോന്നിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ആദ്യമായിട്ട് ഇബ്രാഹിം കെയെക്കുറിച്ച് തന്നെ ഞാൻ പറയാം. നമ്മൾ പുസ്തക പ്രകാശനം ആണ് ഇന്നിവിടെ നടക്കുന്നതെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ പുസ്തകം, ഒരു ജീവിത പുസ്തകമായിരുന്നു ഇബ്രാഹിം ക എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 2 തവണയെ കണ്ടിട്ടുള്ളൂ അദ്ദേഹത്തിനെ. പക്ഷേ ആ 2 തവണ മാത്രമേ കണ്ടുള്ളെങ്കിലും എന്നോട് 2 തവണയും എൻ്റെ വീട്ടിൽ വന്ന് 2 ദിവസം താമസിക്കണമെന്ന് സ്നേഹത്തോടെ പറഞ്ഞ ആ വാക്കുകളും മുഖമൊക്കെ ഞാനിങ്ങനെ ഓർക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അതൊരു വലിയൊരു വെളിച്ചമാണ്. ഇപ്പോഴും ഇന്നും എനിക്ക് പോകാൻ വളരെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ കുടുംബം ഉണ്ടെന്ന് എനിക്കറിയാം, പോയിട്ടില്ല എങ്കിലും. അപ്പോൾ ആ ഇബ്രാഹിം ക എന്ന് പറയുന്ന, ഇപ്പോൾ ഷൗക്കയൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് മനസ്സിലാക്കേണ്ട ഒരാളായിരുന്നു, കാണേണ്ട ഒരാളായിരുന്നു എന്നൊക്കെ എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. പക്ഷേ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പോകാനൊന്നും പറ്റിയില്ല. അപ്പം നമ്മുടെ മുമ്പിൽ ഒരു ജീവിതം തന്നെ ഒരു പുസ്തകമായിട്ട് മാറിയ ഇബ്രാഹിം കെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സഹിതം എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് കിടക്കട്ടെ. സഹിതം എന്നുള്ള പുസ്തകം എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുമ്പ് തന്നെ ഷൗക്കയ്ക്ക് ഞാനല്ല റോബിനും ഞാനും കൂടെ അതിൻ്റെ എല്ലാം തീർത്തു കൊടുത്തിരുന്നു. പക്ഷേ ഇറങ്ങാൻ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സമയം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും അത് ഇത്രയും വൈകിയതെന്ന് തോന്നുന്നു. ആദ്യമായിട്ട് ഞാൻ റോബിനെ തന്നെയാണ് ഇതിനെ ഏറ്റവും അധികം അഭിനന്ദിക്കുന്നത്. റോബിൻ വളരെ വളരെ എഫർട്ട് എടുത്താണ് ഇത് ഇത്രയും ഒരു രൂപത്തിലേക്ക് കൊണ്ടുവന്നത്. ഷൗക്ക പറഞ്ഞതുപോലെ എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുന്നത് റോബിനായിരുന്നു, മിക്കവരെയും. പിന്നെ കുറച്ച് പേരെയൊക്കെ ഞാൻ അപ്പോൾ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരെ കോണ്ടാക്ട് ചെയ്തെങ്കിലും കൂടുതൽ റോബിൻ തന്നെയാണ് ഇത് കളക്ട് ചെയ്യാനായിട്ട് ഉത്സാഹിച്ചത്. അതിനുശേഷം ഇതൊരു മാറ്ററൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്കൊന്നിച്ചിരിക്കാമെന്ന് പറഞ്ഞ റോബിനും ഞാനും കൂടെ. പക്ഷേ റോബിൻ അപ്പോഴത്തേക്കും വിദേശത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. പക്ഷേ ഞങ്ങൾ ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ഓൺലൈനിലിരുന്ന് സ്ഥിരമായിട്ട് ഒരു 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ ഇരുന്നാണ് ഇതിൻ്റെ വർക്ക് തീർത്തത്. വർക്ക് തീർത്ത് കഴിയുമ്പോഴും ഞങ്ങൾക്കൊരു സംശയമുണ്ട്, എങ്ങനെയാവും പുസ്തക രൂപത്തിലേക്കൊക്കെ ആയി കിട്ടണമല്ലോ ഇത്. പിന്നെ എനിക്ക് 1-2 കാര്യം പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ കവിതകളാണ് കിട്ടിയിരുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണത്. എന്നുവെച്ചാൽ കവിത എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും എഴുതാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണെന്നാണ് വിചാരിക്കുന്നത് കവിത. പക്ഷേ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് കവിത എഴുതിയവരൊക്കെ ധാരാളം പേര് ഇതിനകത്തുണ്ടായിരുന്നു. കവിതകൾ 6-7 ഒക്കെ ഒരാൾ എഴുതി തന്നിരുന്നു ഓരോരുത്തരും. അപ്പോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്തുനിന്ന് മാറ്റിക്കളയണമല്ലോ കുറച്ച്. അത് ഞങ്ങൾ ചെയ്ത ഒരു ജോലിയാണ്. അപ്പോൾ ഏതാണ് വേണ്ടതെന്നൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് തീരുമാനിച്ചു. കുറച്ച് അക്ഷരത്തെറ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. എഡിറ്റിങ്ങിലും കുറച്ച് ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ റോബിൻ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും മുമ്പിൽ തന്നെ നിന്നത്. ഞാൻ കൂടെ നിന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് റോബിനെ ഞാൻ കൂടുതൽ സ്നേഹത്തോടെ ഓർക്കുകയാണ്. റോബിൻ വേണമായിരുന്നു ഇവിടെ. നമുക്കെല്ലാവർക്കും റോബിനൊരു അഭിനന്ദനങ്ങൾ കൊടുക്കണം, ഒരു കയ്യടി കൊടുക്കണം തീർച്ചയായിട്ടും. പിന്നീടുള്ളത് ലേഖനങ്ങൾ, കഥകളൊക്കെയാണ്. എനിക്ക് തോന്നുന്നു കഥകളും ലേഖനങ്ങളും ഒക്കെ ഈ കവിത എഴുതാൻ തന്നെ കാരണം നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഒരു ഭാവമാണ് കവിതയിലേക്ക് പകർത്താൻ പറ്റുള്ളൂ. കുറേക്കൂടെ വിശാലമായി കഴിഞ്ഞാൽ അത് കവിതയാവില്ല. അപ്പം പലരുടെയും മനസ്സിൽ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ എന്തൊക്കെയോ വികാരങ്ങൾ അവർക്ക് പകർത്താൻ പറ്റാതെ വെച്ചിരുന്നത് കവിതാ രൂപത്തിൽ 1-2 വരിയൊക്കെ കവിതയാവുമല്ലോ, അങ്ങനെ പകർത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം കവിതകൾ കൂടുതൽ കിട്ടിയത്. പിന്നെ കഥകളുണ്ടായിരുന്നു, ലേഖനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കുറച്ചുകൂടി വിശാലമായ ലോകത്തെ പറ്റിയും ജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞ് നിർത്തിയിരുന്നത്. അതും വളരെ നല്ല മികച്ച രചനകളായിരുന്നു എല്ലാവരുടെയും. പിന്നെയുള്ളത് യാത്രാ വിവരണമാണ്. അത് വളരെ രസമായിരുന്നു അത് വായിക്കാൻ. നമ്മൾ ഓരോരുത്തരുടെയും കൂടി സഞ്ചരിച്ച പോലെ തോന്നുമായിരുന്നു. അത്രയ്ക്കും നന്നായിട്ട് എല്ലാവരും എഴുതിയിരുന്നു. അപ്പോൾ ഞാനും റോബിനും കൂടെ ഇങ്ങനെ പറയായിരുന്നു, യാത്രാ വിവരണമാണ് എല്ലാവരും ശരിക്കും അനുഭവിച്ച് ഇതിൽ എഴുതിയിരുന്നത് എന്ന്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് അത് വായിച്ചപ്പോൾ നമ്മുടെ ദേശത്തിൻ്റെ അതിരുകൾ മാഞ്ഞു പോകുന്നതാണല്ലോ നമ്മുടെ സഞ്ചാരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ അതിരുകളൊക്കെ മാഞ്ഞ ഒരവസ്ഥ തീർച്ചയായിട്ടും ഷൗക്കയുടെ ഈ കൂട്ടായ്മയിലുണ്ടായി.
ഞാൻ കൂടുതൽ വീണ്ടും വീണ്ടും പറയുന്നില്ല എന്ന് വിചാരിച്ചാണ് ഷൗക്കയുടെ ക്ലാസ്സിനെ പറ്റി പറയാതിരുന്നത്. ആ കൂട്ടായ്മയിൽ നിന്നാണല്ലോ ഇതിങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഓരോ ദിവസവും ഈ ക്ലാസ്സുകളൊക്കെ കേട്ട് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന നല്ല നല്ല വാചകങ്ങൾ നമുക്കറിയില്ലായിരുന്നു. എനിക്ക് എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. ഞാൻ കുറച്ചൊക്കെ എന്തൊക്കെയോ എഴുതാറുണ്ട്, അങ്ങനെയൊക്കെ ഒരു പുറത്തേക്ക് അങ്ങനെ അധികം കാണിക്കാറില്ലെങ്കിലും കുറച്ചൊക്കെ കാണിക്കാറുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷേ എന്തോ ഒരു നമുക്ക് കുറച്ചുകൂടി എക്സ്പ്രസീവ് ആകണം എന്നുള്ളൊരു തോന്നൽ വന്നത് ഷൗക്കയുടെ ക്ലാസ്സിലിരുന്നിട്ടാണ്. അപ്പോൾ ആ നല്ല നല്ല വാക്കുകൾ, നല്ല നല്ല ആശയങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ പതിച്ച് നമ്മളുടെ ഉള്ളിലുള്ള ഒരു എഴുത്തിൻ്റെ ബോധത്തെ, അക്ഷരങ്ങളുടെ ബോധത്തെയൊക്കെ ഉണർത്താൻ ഷൗക്കയുടെ ക്ലാസ് തന്നെയാണ് സഹായിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിലെ ഓരോ രചനയുടെയും പിന്നിൽ ഷൗക്കയുടെ ക്ലാസ്സിൻ്റെ പ്രതിഫലനം കാണാൻ തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഇത് രൂപപ്പെട്ടു. പിന്നീട് ഇത് പുസ്തകമായിട്ട് ഇറങ്ങുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞതുപോലെ അതിനൊരു സമയം വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്കിത് യാഥാർത്ഥ്യമായത്. അതൊരു വലിയൊരു സന്തോഷമാണ്. ഇങ്ങനെ ഇനിയും പുസ്തകങ്ങൾ ഉണ്ടാവട്ടെ നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്നും. പിന്നെ ഇത് ഈ ഇല എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഇത് നടത്താൻ തീരുമാനിച്ചത് അതിലും സന്തോഷമായി. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു പശ്ചാത്തലം, ഇങ്ങനെയുള്ളൊരു സാംസ്കാരിക പശ്ചാത്തലമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഇല എന്ന് പറയുന്ന വാക്കിൻ്റെ ആ ഒരു കുളിരും ആ ഒരു ജീവനും എല്ലാം തുടിച്ചു നിൽക്കുന്ന രചനകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയും ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേരിൽ ഇതുപോലെ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളുള്ള ആൾക്കാരുണ്ട്, എഴുതാൻ കഴിവുള്ളവരുണ്ട്. ഇപ്പോൾ സംഗീതമാണെങ്കിൽ അത് നമ്മളിവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു. അതുപോലെ എഴുത്തിനെ കുറിച്ച് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. ഈ ഇലയുടെ ഈ സാന്നിധ്യത്തിൽ ഇതുപോലെയുള്ള എഴുത്തിൻ്റെ ഇലയനക്കങ്ങൾ ഇനിയും ധാരാളം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു. നമസ്കാരം. ഞാൻ സവിതേച്ചി പറഞ്ഞു വെച്ച ഒരു വിഷയത്തിൽ നിന്ന് തുടങ്ങാം. ഇലയെക്കുറിച്ചാണ്. ഒരു പക്ഷേ ഇലയിൽ ഇവിടെ ആദ്യമായിട്ട് വരുന്നവർ ഇതിലുണ്ടായിരിക്കാം. എന്താണ് ഇല എന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറയാറ്, ശാരീരികമായും മാനസികമായിട്ടും ബുദ്ധിപരമായും ആത്മീയമായും പ്രയാസം അനുഭവിക്കുന്നവരെയാണ് പലപ്പോഴും നമ്മൾ മാറ്റി നിർത്തുക. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ മാറ്റി നിർത്തും. അവരിൽ നിന്ന് നമ്മൾ തെന്നിപ്പോവും. നമ്മൾ ഏതെങ്കിലും രീതിയിൽ സഹായിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നവരിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു സ്വഭാവം മനുഷ്യനുണ്ട്. അത് മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണത്. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ട് മാറിപ്പോകുന്നതല്ല, പക്ഷെ പൊതുവെ അങ്ങനെയാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അങ്ങ് കണ്ണടയ്ക്കും. അങ്ങനെ നമ്മൾ കണ്ണടയ്ക്കുന്ന, നമ്മൾ മാറിപ്പോകുന്ന, അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തുന്ന മനുഷ്യർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാവുന്ന ഒരു ഇടമാണിത്. അതുകൊണ്ടാണ് ഇവിടെ വലിയ വാതിലുകളും വലിയ റിസപ്ഷനും ഇല്ല. കയറി വരാം. ശരീരത്തിന് വിഷമുള്ളവരാവാം, മനസ്സിന് വിഷമുള്ളവരാവാം, ബുദ്ധിക്ക് വിഷമുള്ളവരാവാം, ഇനി സ്പിരിച്വലായിട്ടുള്ള സാംസ്കാരികമായിട്ട് വിഷമം അനുഭവിക്കുന്നവരാവാം. അങ്ങനെ വരുന്നവരെ മുഴുവൻ അങ്ങ് സഹായിക്കുമെന്നും അല്ല, ആവും വിധം. പക്ഷെ ഞങ്ങളിവിടെ ഉണ്ട്. ആ ഒരു ആദ്യത്തെ ഒരു ചേർത്ത് പിടിക്കൽ എന്തായാലും ഇവിടെ ഉണ്ട്, ഒരു തണൽ. പിന്നീട് അവരനുഭവിക്കുന്ന സങ്കടങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ സപ്പോർട്ടായിട്ട് മാറാൻ കഴിയും, അതിലാരൊക്കെ പങ്കാളികളാക്കാൻ കഴിയും, ആർക്കൊക്കെ അതിൽ പങ്കാളികളാവാം എന്നൊക്കെ ആഴത്തിൽ ആലോചിക്കുന്ന ഒരു ഓപ്പൺ സ്പേസാണിത്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഞാൻ പറയേണ്ടി വരും. ഒന്നിന് പിറകെ ഒന്നായിട്ട് വരുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, നജീബ് കാട്, ഞാനും ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഏതെങ്കിലും 1-2 കാര്യങ്ങൾ ചെയ്തൂടെ? അപ്പോൾ അദ്ദേഹം പറയാറ്, ഒരാൾ വന്നിട്ട് ഇങ്ങനൊരു വിഷമം പറയുമ്പോൾ എങ്ങനെ നോ പറയുക? ആ നോ പറയാൻ പറ്റാത്തത് കൊണ്ട് തുടങ്ങിപ്പോകുന്നതാണ് പലതും. അപ്പം അത് ഒരുപാട് മനുഷ്യരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് അത് നടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു മാസം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ചിലവ് കേട്ട് കഴിഞ്ഞാൽ പേടിയാവും. പക്ഷെ അത് എങ്ങനെയോ നടന്നു പോകുന്നുണ്ട്. ഏതൊക്കെയോ മനുഷ്യർ എവിടെയൊക്കെയോ ആഴത്തിൽ നന്മയായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നിങ്ങനെയുള്ള ഇടങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ തുടക്കത്തിൽ മനുഷ്യരെക്കുറിച്ച്, മനുഷ്യരുടെ സഹജമായിട്ടുള്ള സ്വഭാവത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും ഏറ്റവും കൂടുതൽ വെളിച്ചമുള്ള നന്മയുള്ള മനുഷ്യർ ഈ ലോകത്ത് ജീവിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മളുള്ളത്. ഇവിടെ വരുന്ന മനുഷ്യരിലേക്ക് അവർക്ക് വേണ്ട സപ്പോർട്ട് എത്തുന്നത് ലോകത്തിൻ്റെ പല ഭാഗത്തിരിക്കുന്ന മനുഷ്യരുടെ കരുണയാണ്. ഇതൊക്കെ നടന്നു പോകുന്നുണ്ടല്ലോ.
ഇത്രയും വർഷമായിട്ട് ഈ സ്ഥാപനം നടന്നു പോകുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയോ മനുഷ്യർ അവരുടെ പേരൊന്നും ഇവിടെ എഴുതി വെക്കേണ്ടതില്ല. അവരുടെ കയ്യിൽ വരുന്നത് ഒരു എക്സ്ട്രാ അല്ലെങ്കിൽ ഒരു പൈസ വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് പങ്ക് അവിടെ മരുന്നിന് പൈസയില്ലാതെ മാനസിക പ്രയാസം അനുഭവിച്ച് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യാൻ പലതരത്തിൽ പ്രതിസന്ധി അനുഭവിക്കുന്ന മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരിടമുണ്ട്. അവിടേക്കൊന്ന് എത്തിച്ചു കൊടുക്കാമെന്ന് തോന്നുന്ന അനേകം ലക്ഷം മനുഷ്യർ ചുറ്റുമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഇലകൾ ഇവിടെ വാടാതെ നിലനിൽക്കുന്നത്. ഈ നിൽക്കുന്ന ഈ പച്ചപ്പ് പോലെ തന്നെ നിലനിൽക്കുന്നത്. നമ്മളുടെ ഇങ്ങനെയുള്ള ഈ ഇരിപ്പുകളൊക്കെ ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ ഇവിടെ നമ്മളെപ്പോഴും പരിപാടി വയ്ക്കുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. നമ്മളിവിടെ നിന്ന് പോകുമ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും എണ്ണി പറയുന്നില്ല. പക്ഷെ അറിയേണ്ടതുണ്ട്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയ പങ്ക് എന്തോ ആയിക്കൊള്ളട്ടെ ഇങ്ങനെയുള്ള ഇടങ്ങളിലേക്ക്, ഈ ഇലയിലേക്ക് തന്നെ വേണമെന്നല്ല, നമ്മുടെ ചുറ്റൊക്കെ ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് കൂടി പകർന്നു കൊടുക്കാനുള്ള ഒരു ചിന്ത ബോധപൂർവം നമ്മുടെ ഉള്ളിൽ ഉണർത്തി വെച്ചിട്ട് വേണം നമ്മളൊക്കെ ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ. എല്ലാ സാംസ്കാരിക കൂട്ടായ്മകളും ഉണ്ടാക്കേണ്ടത് ആ ഒരു അരുളാണ്, ആ ഒരു അൻപാണ്. പിന്നെ ഞാനിപ്പോൾ നമ്മൾ പുസ്തക റിലീസിലേക്ക് കടക്കാം. അതുകൊണ്ട് ഇലയെ എല്ലാവരും സ്മരിക്കുക. ഈ പുസ്തകം ഇങ്ങനെ റിലീസ് ചെയ്യാൻ നമ്മളിങ്ങനെ ഈ ബുക്ക് റിലീസിന് പലപ്പോഴും ആളുകളെ ഒന്നും അങ്ങനെ തീരുമാനിക്കാറില്ല. എന്തുകൊണ്ടാണ് സത്യവതി അമ്മയെയും ഫൗസിയ ബാനുത്താനെ ഞാനിങ്ങനെ ആലോചിച്ച 2 കാരണങ്ങളാണ്. ഒന്ന്, സത്യവതി അമ്മ നമ്മുടെ ക്ലാസ്സിലെ ഏറ്റവും പ്രായം കൂടിയ ആളായതുകൊണ്ടല്ല, ബാനുത്ത ഇബ്രാഹിംകാടെ കൂട്ടുകാരി ആയതുകൊണ്ടുമല്ല. ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം ഏറ്റവും പ്രകാശവത്തായിരിക്കുന്നത് എപ്പോഴാണ് എന്ന ചോദ്യത്തിന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു ഉത്തരം, പ്രതിസന്ധികൾ അനുഭവിക്കുമ്പോൾ സമചിത്തത കൈവിടാത്ത ആളിലാണ്. പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ടാകുമ്പോൾ സമചിത്തത കൈവിടാതെ പ്രസന്നതയോടെയും സമാധാനത്തോടെയും അതിനെ അഭിമുഖീകരിച്ച് കടന്നു പോകാൻ കഴിയുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ സമചിത്തതയോടെ ഇരിക്കാൻ ആർക്കും പറ്റും. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഇബ്രാഹിംക വയ്യാതിരിക്കുന്ന സമയത്തൊക്കെ പലതരത്തിലുള്ള പല അപ്പ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോകുമ്പോൾ ദിവസവും ഞാൻ ബാനുത്തായിട്ട് സംസാരിക്കാറുണ്ട്, മെസ്സേജുകൾ അയക്കാറുണ്ട്. ഒരിക്കൽ പോലും തളർന്ന ഒരു ശബ്ദം കേട്ടിട്ടില്ല. എപ്പോൾ ഇബ്രാഹിംക മരിച്ചെന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പ്രസന്നയായി നിൽക്കുന്ന ഒരാൾ, തളർന്ന് തകർന്ന് കരഞ്ഞിരിക്കുന്ന ആളെയല്ല. അദ്ദേഹത്തിൻ്റെ ഓരോ ഘട്ടത്തിലും വളരെ പ്രസന്നതയോടെ സമചിത്തത കൈവിടാതെ പ്രശാന്തിയോടെ ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയും വരുന്നവർക്ക് നമുക്ക് പോലും മാതൃകയായി. അത് വിഷമില്ലാഞ്ഞിട്ടല്ല, ആ ഒരു പ്രസന്നത കൈവിടാതെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ അമ്മയതെ സത്യവതി അമ്മയെ ഒരുപാട് നമുക്കൊന്ന് സത്യവതി അമ്മയുടെ ഒരു ഓട്ടോബയോഗ്രഫി പോലെ ഒരു ജീവചരിത്രം എഴുതി തന്നപ്പോൾ ഞാൻ പറഞ്ഞത് പബ്ലിഷ് ചെയ്യേണ്ടതാണ്. അത്രയും നമുക്ക് ഒരുപാട് മനുഷ്യരോട് ദേഷ്യം തോന്നും. പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് പബ്ലിഷ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ല, അത്രമാത്രം ദുരിതങ്ങളിലൂടെയും വിഷമങ്ങളിലൂടെയും ഒക്കെ കയറി ഇറങ്ങി വരുമ്പോഴും ഇന്നും നമ്മളുടെയൊക്കെ ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും പ്ലസൻ്റായിട്ടിരിക്കുന്നത് സത്യപ്പം കണ്ടില്ല, സുന്ദരി കുട്ടിയായിട്ട് വന്നിരിക്കുന്നു. ഇപ്പോഴും നമ്മളിന്ന് പാട്ടിലൊക്കെ കേട്ടതുപോലെ ഇപ്പോഴും പ്രണയം, സാധാരണ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ആളുകൾ പ്രണയം എന്നൊന്നും പറയില്ല. അമ്മ ഇപ്പോഴും പ്രണയം നിവർന്നിരുന്ന് പ്രണയത്തെക്കുറിച്ച് സംസാരിക്കും. ആ ഉള്ളിലുള്ള ആ ഒരു ജീവിതത്തിനോടുള്ള അടങ്ങാത്ത സ്നേഹവും പ്രണയവും ഇപ്പോഴും നിലനിർത്തുകയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പരമാവധി പ്രസന്നതയോടെ സമചിത്തതയോടെ അതിനെ സ്വീകരിക്കുകയും അഭിമുഖീകരിക്കുകയും ചെയ്യുന്നു എന്നത് ഇവർ നമുക്ക് മാതൃകയാണ്. സത്യത്തിൽ നമുക്ക് മാതൃകയായിട്ടിരിക്കേണ്ടത് വലിയ ചിന്തകരല്ല, വലിയ ജീവിതം ജീവിക്കുന്നവരാണ്. മാതൃകയാവേണ്ട ചിന്തകരും എഴുത്തുകാരും അല്ലെങ്കിൽ മ്യൂസിഷ്യന്മാരും അങ്ങനെ ക്രിയേറ്റിവിറ്റി ഉള്ളവരല്ല സത്യത്തിൽ നമുക്ക് മാതൃകയാവും. നമ്മളാരും മാതൃകയാക്കിയിട്ടുള്ളത് അങ്ങനെയുള്ളവരെയുമല്ല. ജീവിതത്തിൽ വെളിച്ചമുള്ളവരെയാണ് എന്നും നമ്മൾ മാതൃകയാക്കിയിട്ടുള്ളത്, ചിന്തയിൽ വെളിച്ചമുള്ളവരെ അല്ല. അങ്ങനെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് ഞാൻ അത്ഭുതത്തോടെ പല സന്ദർഭങ്ങളിലും നോക്കി നിന്നിട്ടുള്ള 2 പേരാണ് ഇവർ.
അത്ഭുതം. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മനുഷ്യനിൽ കാണുന്ന ഏറ്റവും വലിയ അത്ഭുതം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയിൽ തളരാതെയും തകരാതെയും ഇരിക്കുന്ന മനസ്സോടുകൂടിയവർ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുത മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മൾ അപ്പുറത്തിരിക്കുന്നവരൊന്ന് വെറുതെ നമ്മളെ കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ തളർന്നു പോകുന്ന ഒരു ജീവിയാണ്. അപ്പോൾ അവിടെ ഏത് തരത്തിലുള്ള ജീവിത പ്രതിസന്ധികളിലും തളർന്നു പോവാതെ വേദനിക്കുന്നുണ്ട്. ആ വേദനയിൽ തളരുകയും തകരുകയും ചെയ്യാതെ സമചിത്തതയോടെ നമുക്കൊക്കെ മാതൃകയായി ജീവിക്കുന്ന 2 അമ്മമാരെയാണ്, വ്യക്തികളെയാണ് ഈ പുസ്തകം റിലീസ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്തത്, നമ്മൾ തീരുമാനിച്ചത്. അതുകൊണ്ട് അവരുടെ ആ ഒരു ഉള്ള്, അവർക്ക് ജാതി, മതം, രാഷ്ട്രീയം, ദേശം, ഭാഷ ഇങ്ങനെ യാതൊരു വിഭാഗീയതയുമില്ല. അവരവരുടെ ശരികളിൽ ജീവിക്കുമ്പോഴും അപ്പുറത്തിരിക്കുന്നവരെ, മനുഷ്യരെ മുഴുവൻ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കുന്നവരുമാണ് അവർ. അതാണ് അടുത്ത വെളിച്ചം എന്ന് പറയുന്നത്. പറച്ചിലല്ല, ജീവിതത്തിൽ എല്ലാവരെയും മനുഷ്യരായി. ഇന്ന് ആധുനിക കാലം നമ്മളിപ്പോൾ കടന്നു പോകും, ഏത് കാലവും, ആധുനിക കാലം എന്നല്ല, ഏത് കാലത്തും മനുഷ്യന് ഉണ്ടാവേണ്ട ഒരു വെളിച്ചമാണ് വ്യത്യസ്തതകളെ ചേർത്ത് പിടിക്കുക എന്നുള്ളത്. പക്ഷേ വ്യത്യസ്തതകളൊക്കെ വൈരുദ്ധ്യങ്ങളായി നിലനിർത്തിയതാണ് നമ്മുടെ ചരിത്രം. വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുന്നതിനേക്കാൾ വ്യത്യസ്തതകളൊക്കെ വൈരുദ്ധ്യങ്ങളാണ്, ചേർന്ന് പോകാൻ കഴിയാത്തതാണ് എന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെട്ട ചരിത്രങ്ങളാണ് നമുക്കുള്ളത്. അവിടെയാണ് വ്യത്യസ്തതകളെ മുഴുവൻ സമന്വയിപ്പിച്ച് ചേർത്ത് പിടിക്കുക എന്ന് പറയുന്ന ജീവിതം ജീവിക്കുന്ന മനുഷ്യർ നമുക്ക് വേണ്ടത്. അവരടുത്തൊരാൾ വരുമ്പോൾ ഇതെന്നെപ്പോലൊരു മനുഷ്യനാണെന്ന് അയാൾക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ പെരുമാറണം, അഭിനയിക്കലല്ല. അതിനാണ് മനുഷ്യനാവുക എന്ന് പറയുന്നത്. ഇവരുടെ 2 പേരുടെയും വീടുകളിൽ ഒരുപാട് ആളുകൾ പോകുന്നതാണ്. ഇബ്രാഹിംകാട് വീട്ടിലൊക്കെ കയറി ചെന്നവർക്കറിയാം. അപ്പോൾ ഇവർ ജീവിക്കുന്നത് അങ്ങനെയാണ്. ഉള്ളിൽ ഒരു വിഭാഗീയതയില്ല. അവരവരായിട്ടിരിക്കുമ്പോഴും എല്ലാവരെയും മക്കളെപ്പോലെ, സുഹൃത്തുക്കളെ പോലെ കണ്ട് ചേർത്ത് പിടിക്കുന്ന ആ ഒരു മാനവികതയുടെ ഒരു ഉള്ള്, ആ ഒരു നനവ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, കയറി വരുമ്പോൾ പരുവരുത്ത ഇടങ്ങളെ എല്ലാം നനുനനുത്തതാക്കാൻ സഹായിക്കുന്ന ആ ഇലയുടെ ഒരു പച്ചപ്പ് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നത് കൊണ്ടാണ് ഈ സമചിത്തത ഉണ്ടാകുന്നത് അരുളിൽ നിന്നാണ്. അല്ലാതെ നമ്മളൊരു കോഴ്സ് ചെയ്താലൊന്നും മനസ്സിന് ശക്തി ഉണ്ടാവില്ല. മനഃശക്തി എന്ന് പറയുന്നത്, മനസ്സിൻ്റെ സമചിത്തത എന്ന് പറയുന്നത്, ഒരു ഇമോഷണൽ സ്ട്രെങ്ത് ഉണ്ടാകുന്നത് കരുണയിൽ നിന്നും അലിവിൽ നിന്നും മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നതിൽ നിന്നുമാണ് ഉണ്ടാവുക. പകർന്നു കൊടുക്കുന്നവർ, നമ്മളിലുള്ളതെന്തോ അത് ചുറ്റുപാടുകൾക്ക് പകർന്നു കൊടുക്കുന്നവർക്ക് ഉണ്ടാകുന്നതാണ് ഇമോഷണൽ സ്ട്രെങ്ത്. ബുദ്ധിയുടെ സ്ട്രെങ്ത് അതല്ല, അത് ആർജിച്ചു കൂട്ടുന്നതിലാണ്. ആ വൈകാരികമായ സമചിത്തത, സ്നേഹം, സൗഹൃദം ഏറ്റവും ആഴത്തിലുള്ള 2 പേർ, ആ സത്യവതി അമ്മ ഭാനുത്താക്ക് കൊടുത്ത് സഹിതം എന്ന പുസ്തകം റിലീസ് ചെയ്യും. വെറുമൊരു സത്യവതിയായ എന്നെ ഇവിടെ എത്തിച്ച് സത്യവതിയമ്മയാക്കി തീർത്ത ഗുരുവിനും ഗുരു പരമ്പരയ്ക്കും ഷൗക്കത്തിനും ഹാർമണി കൂട്ടായ്മയ്ക്കും ഇവിടെ കൂടിയിരിക്കുന്ന മറ്റുള്ള എല്ലാവർക്കും എൻ്റെ വന്ദനം. ഹിതം എന്ന നമ്മുടെ കൂട്ടായ്മയുടെ പുസ്തകം നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനായ ഇബ്രാഹിം കയുടെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ നല്ല പാതിയായ പ്രിയങ്കരി ബാനു താത്തയ്ക്ക് നിങ്ങളുടെ എല്ലാം സ്നേഹാനുവാദത്തോടെ ഇവിടെ സമർപ്പിക്കുകയാണ്. ഷൗക്കത്തിൻ്റെ വാക്കുകളിലൂടെ നമുക്കെല്ലാം കാണാതെയും കണ്ടിട്ടും സുപരിചിതനായ, നമ്മളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച താഴ്വരയുടെ സംഗീതം പോലൊരു മനുഷ്യൻ. ആ സ്നേഹവും ഹൃദയം തൊടുന്ന വർത്തമാനങ്ങളും നെഞ്ചിലേറ്റിയവരാണ് നമ്മൾ. അദ്ദേഹം പണിത സമ നമുക്കെല്ലാവർക്കും ഓർമ്മിക്കാൻ ഒരിടമായി, ധ്യാനിക്കാൻ ഒരിടമായി വയനാട്ടിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. 2 ദിവസം അവിടെ താമസിച്ചതിൻ്റെ തണുപ്പ് ഇപ്പോഴും എന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്.
അദ്ദേഹം ബാക്കി വെച്ച ഓർമ്മകൾ ബാത്റൂമിലെ ചെരുപ്പടക്കം ഒരു ഗദ്ഗതമായി എന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാൻ കഴിഞ്ഞില്ലെങ്കിലും ആ വീടും ഇബ്രാഹിംകയുടെ നിറചിരിയും ഭാനുത്തയുടെ നിറസാന്നിധ്യവും മനസ്സിലുണ്ട്. മനുഷ്യർ ഹൃദയത്തെ തൊടുമ്പോൾ അവിടെ ഹാർമണി ഉണ്ടാവുന്നു. ഇത്രമാത്രം. ഏറ്റവും സ്നേഹത്തോടെ സഹിതം ഭാനുത്തയെ ഏറ്റുവാങ്ങാൻ ഭാനുത്തയെ ക്ഷണിക്കുന്നു. ഇനി വേണമെങ്കിൽ ഞാൻ എഴുതിയ ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചപ്പം ആ പേരൊക്കെ പ്രസിദ്ധീകരിച്ചപ്പോൾ എൻ്റെ പേര് എവിടെയും കാണില്ല. എൻ്റെ പിന്നെ ഞാനാണെങ്കിൽ ഏറ്റവും ആദ്യം ഞാനാണെങ്കിൽ ഒരു ഹിസ്റ്ററി എഴുതി കൊടുത്തത്. അപ്പം ഞാൻ വേഗം ഷൗക്കത്തിന് വിളിച്ചു, എൻ്റെ പുസ്തകം എൻ്റെതെവിടെയെന്ന് എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. അപ്പം ഷൗക്കത്ത് പറഞ്ഞു, ഞാനൊക്കെ റോബിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഒരുപാടില്ലേ, അത് അവർക്ക് പിന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റാറ്റേക്ക് അമ്മ വേഗം എഴുതിക്കൊണ്ടാണ്. എനിക്കാണെങ്കിൽ അന്ന് മോള് വരും, മോളെ ഭർത്താവ് വരും, പിന്നെ എനിക്കാണെങ്കിൽ തീരെ സുഖമല്ല, പനി എന്തൊക്കെയോ ഉണ്ട്. അതിന് ഇപ്പോൾ എഴുതി തരണം, വൈകുന്നേരത്തേക്ക്. ഞാനെല്ലാം കൂടി കുടുങ്ങി. എന്നിട്ട് മോളൊക്കെ വരുമ്പോൾ 12 മണിയാവും രാത്രി. അപ്പോൾ 10 മണി വരെ എൻ്റെ പണിയൊക്കെ തീർത്തു. പിന്നെ 2 മണിക്കൂറുണ്ടല്ലോ അവർ. ആ സമയം കൊണ്ട് ഞാൻ വേഗം ഒന്ന് ഓടിച്ചെഴുതി. നീ അറിയുന്നോ, എന്തായാലും സന്യാസിമാരുടെ പുറകെ നടന്നത് ചെറുപ്പകാലങ്ങളിൽ ഉള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പറഞ്ഞതുപോലെയായി. വന്ദനം ഗുരു, സഫലമീ ജീവിതം. നമസ്കാരം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇവിടെ വരണമെന്ന് ഒരിക്കൽ ഞങ്ങളിവിടെ വന്നിട്ടുള്ളൂ. എപ്പോഴും വരണം എന്ന് പറയും. പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കിവിടെ അധികം വരാൻ പറ്റിയില്ല. ഒരു പ്രാവശ്യം ബ്രേക്കാൻ്റെ കൂടെ വന്ന് അന്ന് എന്നോട് പറഞ്ഞ് നമുക്ക് 2-3 മാസമൊക്കെ കൂടുമ്പോൾ ഒരു ദിവസം അവിടെ പോയി നിൽക്കണടോ, അതല്ലേ നല്ലത് എന്ന് വെച്ച്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്, പക്ഷേ പിന്നെ അതിനൊന്നും സാധിച്ചില്ല. ഇപ്പം ഇങ്ങനെ ഇവിടെ വരാനാണ് പിന്നെ ഓരോരോ നിയോഗം ഉണ്ടല്ലോ. അതിലും സത്യവതി അമ്മയുടെ അടുത്ത് നിന്ന് ഈ ബുക്ക് ഏറ്റുവാങ്ങാനും, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇബ്രാഹിക്കാൻ്റെ ഒരു രൂപമുണ്ടല്ലോ, അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. അത് ഇബ്രാഹിക്ക ഇല്ല എന്ന് വെച്ചിട്ട് നമ്മളുടെ വീട്ടിലേക്ക് എല്ലാവർക്കും എപ്പോഴും വരാം. ഇബ്രാഹിക്ക ഉള്ള അതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അതിലെ വഴി പോകുമ്പോൾ ഒന്ന് വിളിക്കുക, ഞാനവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ മക്കളുണ്ടാവും. എപ്പോഴും കയറി വരാവുന്ന ഒരിടമാണ്. അതെപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. എല്ലാവരുടെയും സ്നേഹത്തിന് തിരിച്ചങ്ങോട്ടും നിറഞ്ഞ സ്നേഹം. നമസ്കാരം. ബിന്ദു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ബിന്ദു ഉണ്ണി. പരിചയമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട്. നമ്മൾ നിറയെ പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിലോട്ട് കയറി വരുമ്പം എന്താ മനസ്സിലുണ്ടാവുന്ന ഫീലിങ്? ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് ശരിക്കും അതാ തോന്നുന്നത്. നിറയെ പൂക്കളുള്ള ഒരു പൂന്തോട്ടത്തിൽ നിൽക്കുന്ന പോലെയാണ്. വെറുതെ ഒന്ന് കണ്ണടച്ചാൽ ഇപ്പോൾ ആ പൂക്കളുടെ സുഗന്ധം പോലും കിട്ടും. അതുപോലൊരു ഫീലിംഗ് ഉണ്ട്. എല്ലാ സ്നേഹമുള്ള മുഖങ്ങൾ അല്ലേ? ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ സ്നേഹമല്ലേ ഉള്ളത്? വേറെ എന്തെങ്കിലും ഇമോഷൻ ആരുടെയെങ്കിലും മനസ്സിലിപ്പോൾ ഉണ്ടോ? എല്ലാവരും ഒരു സ്നേഹമായിട്ടിരിക്കുകയാണ്. എല്ലാ മുഖത്തും ഒരു ചിരിയുണ്ട്. അതെന്ത് മനോഹരമായിട്ടുണ്ടെന്നറിയാമോ? നമ്മുടെ പുസ്തകം സഹിതം, നമ്മുടെ കൊല്ലത്തെ സഹിതം എന്ന് പറയുന്ന വാക്ക് ഞങ്ങൾ ഒരുപാട് ഉപയോഗിക്കാറുണ്ട്. പ്രത്യേകിച്ചും സഹിതം എന്ന് പറയുന്നത് കല്യാണത്തിനൊക്കെ വിളിക്കാൻ വരുമ്പോൾ പറയും, നിങ്ങളുടെ എല്ലാം സ്നേഹസഹിതമാണ് പോകുന്നത്, എല്ലാവരുടെയും സൗഹൃദ സഹിതമാണ് പോകുന്നത്.
പുസ്തകത്തിന് പുസ്തകത്തിൽ എഴുതിയവർക്കെല്ലാം ആശംസകൾ പറയുകയാണ്. അപ്പോൾ ആദ്യം ഇതിനെല്ലാം കാരണക്കാരനായ ഷൗക്കയ്ക്കാണ് ആശംസ പറയേണ്ടത്. എല്ലാം ഷൗക്ക കാരണമാണ്. കൊറോണ കാരണമാണ് നമ്മളെല്ലാവരും ഹാർമണിയിൽ കൂടിയത്. പക്ഷേ ഷൗക്ക കാരണമാണ്. എല്ലാത്തിനും കാരണക്കാരൻ ഷൗക്കയാണ്. ഓക്കെ. പിന്നെ ആ ഒരു സമയം നമ്മൾ കൊറോണയൊക്കെ പിടിച്ചിട്ടിങ്ങനെ വിരസമായിട്ട് ടെൻഷനായി പോകേണ്ടിയിരുന്ന ആ സമയം സതീഷ് പറഞ്ഞു, ഫുള്ള് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ രാവിലെ ചിന്താപ്രഭാതങ്ങളാണ്. ഒരു വിഷയമായിട്ട് വരും റോബിൻ ചേട്ടൻ, എന്നിട്ട് അതിനൊരു ഇൻട്രൊഡക്ഷനും കൊടുത്തിട്ട് അങ്ങ് പോകും. പിന്നെ നമ്മളിരുന്ന് തലകുത്തി ചിന്തിക്കുകയാണ്. എന്നിട്ട് ക്രിയേറ്റീവായിട്ടുള്ള ദിനങ്ങളാണ്. എല്ലാവരും എഴുതുകയാണ്, കവിത എഴുതും. എന്നെ ശരിക്കും വഴക്ക് പറഞ്ഞിട്ടുണ്ട് റോബിൻ ചേട്ടൻ, നിനക്ക് എന്ത് വിഷയം തന്നാലും കവിതയെ വരുവുള്ളൂ എന്ന് ചോദിക്കും. ഞാൻ എല്ലാ സബ്ജക്റ്റിനും കവിതയായിട്ടാണ് വിടുക. പിന്നെ എല്ലാവരും അവരവരുടെ ഒരാൾക്കത് കഥയായിരിക്കും, ഒരാൾക്ക് ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു അനുഭവമായിരിക്കും. അങ്ങനെ എല്ലാവരും എഴുതിക്കൊണ്ടേയിരിക്കും. രാത്രിയാകുമ്പോൾ പിന്നെ സംവാദമാണ്, ഈ വിഷയത്തിനെ വെച്ചിട്ട് സംവാദം. അതൊരു കാലഘട്ടം, ഒരു മനോഹരമായ കാലഘട്ടം, എപ്പോഴും മനസ്സിലിങ്ങനെ പച്ച പിടിച്ച് നിൽക്കുന്ന ഒരു അനുഭവമാണ്. പിന്നെ എഴുത്തുകാർ 50-ൽ പരം എഴുത്തുകാർ അതിൽ എഴുതിയിട്ടുണ്ട്. സത്യവതി അമ്മ എത്ര ചൈൽഡിഷായിട്ടാണ് എൻ്റെ പേരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പം എനിക്ക് സങ്കടം വന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കുട്ടിയാണ്, 71 വയസ്സുള്ള ആളല്ല സംസാരിച്ചത്, ഒരു ചെറിയ കുട്ടിയാണ് സംസാരിച്ചത്. ഇത്ര പ്രായമുള്ള ആളുടെ മനസ്സിലും ആ ചെറിയ കുട്ടിയുണ്ട്. ഇത്തിരി മുമ്പ് സംസാരിക്കുമ്പോൾ എല്ലാവർക്കും തോന്നിയില്ല അതൊരു കുട്ടിയാണെന്ന്, ഒരു കുട്ടിയെ പോലെയായി. അപ്പോൾ ഈ 50 പേര് എഴുതിയവരിൽ കുറേ പേരൊക്കെ ചിലപ്പം എസ്റ്റാബ്ലിഷ് ആയ എഴുത്തുകാരായിരിക്കും, ആദ്യമായിട്ട് എഴുതിയ ആളായിരിക്കും, ഇവിടെ വന്നിട്ട് എഴുതി തെളിഞ്ഞവരായിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ എഴുത്തിന് എപ്പോഴും എനിക്ക് പ്രോത്സാഹനം തരുന്നത് എൻ്റെ ലീലാമ്മയാണ്. പക്ഷേ എൻ്റെ ലീലാമ്മ എന്നെ എത്ര എൻകറേജ് ചെയ്തിട്ടുണ്ടോ അതുപോലെ എന്നെ എൻകറേജ് ചെയ്തത് ഹാർമണിയാണ്. ഞാൻ ഈ ഗംഭീരം എന്നുള്ള വാക്ക് ജീവിതത്തിൽ ഡെയിലി കേട്ടുകൊണ്ടിരുന്നത് ഹാർമണിയിലായിരിക്കുമ്പോഴാണ്. ബിന്ദുണ്ടി ഇങ്ങനെ എഴുതിയിടും, ഗംഭീരമായിരിക്കും കേട്ടോ. രാഘവേട്ടനാണ് അതിൻ്റെ പേറ്റന്റ്, ഗംഭീരമായിരിക്കും കേട്ടോ. കൃഷ്ണേട്ടൻ, എല്ലാവരും. വിമർശനങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ആള് റോബിൻ ചേട്ടനാണ്. വിമർശിച്ച് കൊല്ലും, നന്നാവാൻ വേണ്ടിയിട്ടാ. നന്നായെന്ന് തോന്നുന്നു, അറിയില്ല. എന്തായാലും കുറച്ചൊക്കെ ചേഞ്ച്. ഷൗക്ക പറഞ്ഞ പോലെ നമ്മൾ ഷൗക്ക പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എത്ര പഠിച്ചു എന്നുള്ളത് അറിയില്ല. പക്ഷേ ഈ കൂട്ടായ്മയിലിരുന്ന് ഒരുപാട് മൂല്യങ്ങൾ നമ്മളുടെയൊക്കെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടായി. അങ്ങനെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ എഴുതിയവരെല്ലാം ഇനിയും എഴുതട്ടെ. അപ്പോൾ എല്ലാവരുടെയും കൂടെയുള്ളൊരു ബുക്കാണിത്, എല്ലാവരും ചേർന്നുള്ളൊരു ബുക്കാണ്. ഇനി ഇതിലെഴുതിയ എല്ലാവരും 50 പേരും 50 ബുക്കുകൾ ഉണ്ടാവട്ടെ. അപ്പോൾ നിയതം ജിജോയ്ക്കും ആശംസകൾ, എഴുതിയ എല്ലാവർക്കും ആശംസകൾ. എല്ലാവരും എഴുതി തെളിയട്ടെ. ഇനിയും എല്ലാവരുടെയും പുസ്തകങ്ങൾ പുറത്തിറങ്ങട്ടെ. ഇവിടെ വന്നിട്ട് എനിക്ക് വേറൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യം, അനിലേട്ടൻ അവിടെ നിന്ന് ആ ലൈബ്രറിയിലെ ബുക്കുകൾ നോക്കുമായിരുന്നു. ഞാനും അപ്പോൾ അവിടെ പോയി നിന്ന് നോക്കുമ്പോൾ അതിനുള്ളിൽ വിശുദ്ധ വേദന, ബിന്ദു ഉണ്ണി, നജീബയ്ക്ക് ഞാൻ കൊടുത്ത ബുക്കാണ്. എനിക്ക് അവാർഡ് കിട്ടിയ പോലെ ഉണ്ട് അതവിടെ ആ ലൈബ്രറിയിൽ വെച്ചിരിക്കുന്ന കണ്ടിട്ട് ഭയങ്കര സന്തോഷം തോന്നി. ഇതൊക്കെയാണ് നമ്മൾ ഒരു എഴുതുന്ന ഒരാൾ ആദ്യമായിട്ടൊരു കവിത എഴുതുമ്പോൾ നമ്മൾ എൻ്റെ കവിത എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്ന് സ്വാഭാവികമായിട്ടും ചിന്തിക്കും. അല്ലെങ്കിൽ എൻ്റെ കവിത എപ്പോഴാണൊന്ന് പാടിക്കേൾക്കുക, എൻ്റെ കഥ എപ്പോഴാണെന്നൊരാൾ വായിച്ച് കാണുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതൊക്കെ നടക്കുമ്പോൾ അതൊരു ഒരു വലിയ അവാർഡ് കിട്ടുന്ന പോലത്തെ ഫീലിംഗ് ആണ്. ഞാനും സഹിതം എടുത്തിട്ട് ഫസ്റ്റ് നോക്കിയത് ബിന്ദുണ്ണിയുടെ കവിത എവിടെയാണെന്നാണ്. അത് കണ്ടപ്പോൾ ഞാൻ അമ്മിണിക്കുട്ടിയായിട്ട് നിന്നിട്ടാണ് അത് നോക്കിയത്. ബിന്ദുണ്ണി, അമ്മിണിക്കുട്ടിയെ കാണിച്ചു, ബിന്ദുണ്ണി ഇവിടെ ഉണ്ട് കേട്ടോ, സന്തോഷമായി, നമ്മുടെ പേരവിടെ ഉണ്ടല്ലോ. അതാണ് അതിൻ്റെ ഒരു നമ്മൾ നമ്മുടെ ഡയറികളിലും ബുക്കുകളിലും ഇരിക്കുന്നതല്ല, അതിങ്ങനെ അച്ചടി മഷി പുരണ്ട് ഇങ്ങനെ കാണുമ്പോഴാണ് അതൊരു നിർവൃതിയായിട്ട് മാറുന്നത്. സോ എല്ലാ എഴുത്തുകാർക്കും ആശംസകൾ. പിന്നെ ഇബ്രാഹിം ക,
ഇവിടെ ഇപ്പം എല്ലാവരും ഓരോ ചെയറിലിരിക്കുകയാണ്. നമുക്കെല്ലാം ഇരിക്കാൻ ഇവിടെ ഒരു ഇരിപ്പിടമുണ്ട്. എന്നാൽ ഈ വേദിയിൽ ഫുള്ളായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ഇബ്രാഹിം കെയാണ്. അദ്ദേഹം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മുടെ എല്ലാം ഹൃദയത്തിൽ. എൻ്റെ മാസ്റ്റർ പറയാറുണ്ട്, ഞാൻ ഫിസിക്കലി ഇല്ലാണ്ടായാലും തോട്ട് പ്രോസസ്സായി നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന്. ഇപ്പോൾ ഇബ്രാഹിം ക നമ്മുടെ കൂടെ ഫിസിക്കലി ഇല്ല, പക്ഷേ അദ്ദേഹം നമ്മുടെ എല്ലാം ഉള്ളിൽ നമ്മുടെ ചിന്തയായി വികാരമായി നമ്മളോടൊപ്പമുണ്ട്. എനിക്ക് ഇബ്രാഹിം കെയെ കുറിച്ച് വളരെ കുറച്ച് ഓർമ്മകളേ ഉള്ളൂ. ഒന്ന്, ഷൗക്കയുടെ ക്ലാസ്സിൽ ഇബ്രാഹിം കെ കേൾക്കുന്നത്, വർത്തമാനമൊക്കെ പറയുന്നത്, കുട്ടിക്കൂട്ടത്തിൽ പേരക്കുട്ടിയുടെ കൂടെ വരുമ്പോൾ, അത് കഴിഞ്ഞ് ആദ്യമായിട്ടും അവസാനമായിട്ടും നമ്മൾ സായി ഗ്രാമത്തിൽ വെച്ച് കണ്ടത്. അപ്പോൾ ഞാൻ ഇബ്രാഹിം കെയുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തത് എൻ്റെ ഗാലറിയിൽ ഇപ്പോഴും ഉണ്ട്. ഇബ്രാഹിം കെയ്ക്ക് സ്നേഹപൂർവ്വം എന്ന് എഴുതി ഞാൻ വിശുദ്ധവേദന ഒരു കോപ്പി കൊടുത്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ട് ഇബ്രാഹിം കെയുടെ വീട്ടിലുണ്ടാവും. ഇതുപോലെ ഒരു ദിവസം ഞാനത് കാണും. അപ്പോൾ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ അങ്ങനെ സ്നേഹനിധിയായി ശാന്തനായിരിക്കുന്ന ഇബ്രാഹിം കെയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് നമസ്കാരം. എല്ലാവർക്കും ആശംസകൾ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഇന്നിവിടെ എനിക്ക് ഇരിക്കാൻ ഇടം തന്നത് ഒരു ആശംസകൾ അറിയിക്കുക എന്നുള്ളതാണ്. ബിന്ദുണ്ണി പറഞ്ഞതുപോലെ, ഷൗക്കറ്റ് ജി പറഞ്ഞതുപോലെ, ഇബ്രാഹിം കെനടിയും ഇത്രമാത്രം എൻ്റെ ഉള്ളിലുണ്ട്. കാരണം 1-2 വട്ടമൊക്കെയാണ് ഞാൻ ആളെ കണ്ടിട്ടുള്ളൂ. ഒരു വട്ടം കൈ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഒന്നും സംസാരിച്ചില്ലെങ്കിലും ഉള്ളിലിങ്ങനെ ഇബ്രാഹിം ക അങ്ങനെ പോകേണ്ട ഒരാളല്ലല്ലോ എന്ന് ഞങ്ങളിങ്ങനെ വരുന്ന വഴിക്ക് പറയായിരുന്നു. എന്ത് ചെയ്യാനാ, ചിലത് അങ്ങനെയല്ലേ, നമ്മളിന്ന് പോവും. പക്ഷെ എല്ലാമായിട്ട് തന്നെ ആളുണ്ട് ഉള്ളിൽ. ഒന്നും പറഞ്ഞില്ലെങ്കിലും വെറുതെ നോക്കുമ്പോഴുള്ള ഒരു സുഖമുള്ള മനുഷ്യനാണ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കരികിൽ ആളുണ്ട്, ഇബ്രാഹിം കെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇപ്പോൾ ഈ ആശംസ പറയാമെന്ന് പറഞ്ഞാൽ, സതീഷ് പറഞ്ഞു, ബിന്ദുണ്ണി പറഞ്ഞു, അതിൽ നിന്നും വേറെ ഒന്നും എനിക്ക് പറയാനില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് ഷൗക്കറ്റ് ജി എന്ന് പറയുന്ന ഒരു വലിയ വടവൃക്ഷത്തിൻ്റെ ഇലകളാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വേറെ എന്താ പറയുക, ആ ഇലകളുടെ തണുപ്പിലാണ് ഇന്ന് ഞാൻ ഈ ഇലയിലിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. ഇപ്പം ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള എല്ലാവരെയും എനിക്കറിയാം. ഈ ഇരിക്കുന്നവരിലും ഗ്രൂപ്പിലുള്ള എല്ലാവരെയും എനിക്കറിയാം. അല്ലാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ പുസ്തകം എന്നാണ് എനിക്ക് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ പുസ്തകം വായിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവുക എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ എവിടെയും തന്നെ ഇല്ല. ഇത്രയും ഗ്രൂപ്പ്, ഇത്രയും 4-4.5 വർഷം ഒരു ഗ്രൂപ്പ് ഇങ്ങനെ മുന്നോട്ട് പോവുക, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തല്ലൂടെയും എക്സിറ്റ് ആവുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഗ്രൂപ്പുകളിൽ നിന്നാണ് ഞാനും വന്നിട്ടുള്ളത്. പക്ഷെ ഈ ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ ഇറങ്ങിപ്പോകേണ്ട ആവശ്യകത ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ അഡ്മിൻ ഷൗക്കറ്റ് ജി പറയുന്നിട്ടുണ്ട്, ഇതിൽ പരസ്യങ്ങളോ മറ്റേ എന്താ പറയുക വേറെ ഫോർവേഡ് മെസ്സേജുകളോ അതൊക്കെ ഒരു നല്ല നിയമമായിരുന്നു എന്ന് തന്നെ എനിക്കും തോന്നുന്നു. ഒരു ഗ്രൂപ്പിൽ നിലനിൽക്കാൻ അത് വളരെ അനുയോജ്യമായൊരു നിയമം തന്നെയാണ്. അപ്പോൾ അങ്ങനെ അത് നിലനിർത്തണമെന്ന് ഓരോരുത്തർക്കും തോന്നിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ഈ ഗ്രൂപ്പിൻ്റെ വിജയം എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ മറ്റു സുഹൃത്തുക്കളോടൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു ഹാർമണി ഗ്രൂപ്പ് ഉണ്ട്, അവരുടെ നിയമങ്ങൾ ഇങ്ങനെയാണ്, അത് നമുക്ക് നിലനിർത്തും. നമുക്ക് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊഴുത്തുകുത്തി പറയാതെ മറ്റെന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയും. ഇത്രയും ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ ഒരു പുസ്തകം 50 ആൾക്കാർ ഇതിൽ എഴുതുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. പിന്നെ ഞാൻ പുസ്തകം കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ നമ്മുടെ സതീഷിനോട് പറഞ്ഞു നമുക്ക് ഈ പുസ്തകം മാർക്കറ്റ് ചെയ്യാൻ ഒരു മാർഗ്ഗം ഇതിലുണ്ട് എന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ ഞാൻ അങ്ങനെ അതിനുവേണ്ടി ഒരു സന്നദ്ധനാവുന്നുണ്ട്. കാരണം എല്ലാം ഉണ്ട്. ഇതൊരു എന്താ പറയുക, ഒരു ഫ്രൂട്ട് സലാഡ് പോലൊരു സംഭവമാണ്. ഇതിൽ എല്ലാ സംഗതികളും ഉണ്ട്. ഇത് എടുത്തു കൊടുക്കാൻ സുഖമാണ്. നിങ്ങൾക്ക് കഥ വേണോ, കവിത വേണോ, യാത്രാനുഭവങ്ങൾ വേണോ, ഇതെല്ലാം കൂടി എവിടെ നിന്നാണ് കിട്ടുക എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ സഹിതം എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ എല്ലാ ചേരുവകളോടും കൂടി വന്നിട്ടുള്ളത് കൊണ്ടാണ് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവിധ ആശംസകളും നൽകുന്നു.
സ്നേഹം. എൻ്റെ പേര് റൈസി, ഞാനൊരു അധ്യാപികയാണ്. പക്ഷേ ക്ലാസ്സിൽ ചെന്ന് നിൽക്കുമ്പോൾ എനിക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാവാറില്ല. ഇവിടെ ഒരു സമ്മിശ്ര വികാരം തന്നെ പറയാം. സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്, എല്ലാം കൂടെ കലർന്ന ഒരു അവസ്ഥയാണ്. ഹാർമണി എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹത്തിൻ്റെ കൈവഴികൾ ചേർന്ന ഒരു വലിയ പുഴയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം കരുതലുണ്ട്. ഏതൊക്കെ പ്രതിബന്ധങ്ങളുണ്ടോ ആ പ്രതിബന്ധങ്ങളിലെല്ലാം താങ്ങായി ആരെങ്കിലും എവിടെയെങ്കിലും ഉണ്ട്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അതൊരുവിധം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആദ്യം ഇബ്രാഹിംകയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇക്കനെ കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ്സിൽ ഷൗക്ക പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ആ ധ്യാനത്തിൻ്റെ നിമിഷത്തിൽ ധ്യാന നിമഗ്നനായിരിക്കുന്ന ഇക്കനെയാണ്. കൂടെ കഴിഞ്ഞ ക്ലാസ് തുടങ്ങുമ്പോഴേക്കും മോള് മടിയിൽ കയറി ഇരുന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു ഇക്കയുടെ രൂപമാണ് എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട്, മെസ്സേജ് അയച്ചിട്ട്. ഒരിക്കൽ പോലും ഒരു അപരിചിതത്വം എനിക്ക് തോന്നിയിട്ടില്ല. ഹാർമണിയുടെ ഏറ്റവും വലിയ സവിശേഷതയും അതുതന്നെയാണ്. ഒരാളെപ്പോലും ആദ്യമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് പരിചയപ്പെടണം എന്നുള്ളൊരു തോന്നൽ ഒരാളില്ല. കാരണം എല്ലാവരുടെ പേരും എല്ലാവരുടെ മുഖവും എല്ലാവരുടെ മനസ്സിലും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഞാൻ ഹാർമണിയിലേക്ക് വരുന്ന ആദ്യ സമയം എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു കിടപ്പിലായ അവസ്ഥയായിരുന്നു. അപ്പോൾ വളരെ ബോറടിച്ച് വിരസമായിട്ട് കിടക്കായിരുന്നു. ഷൗക്കന് മുമ്പേ അറിയാം. പക്ഷേ ഷൗക്കയിലേക്ക് എങ്ങനെ എത്തും, എങ്ങനെയാണ് ഈ മനുഷ്യനോടൊന്ന് സംസാരിക്കുക, അതായിരുന്നു ആദ്യത്തെ ടെൻഷൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, നീ പറയാറുള്ള ഷൗക്കയുടെ ഒരു ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ ഫേസ്ബുക്കിലുണ്ട്, വേണമെങ്കിൽ ഒന്ന് കയറിക്കോ, കിടക്കണ സമയത്തൊന്ന് കേട്ടോ. പക്ഷെ മെസ്സേജ് അയക്കേണ്ടത് ഷൗക്കയ്ക്കാണ്. വീണ്ടും പ്രശ്നം, എങ്ങനെയാണ് ഇയാൾ പെരുമാറാന്നുള്ളത് അറിയില്ല. നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ മൈൻഡ് ചെയ്യോ അറിയില്ല. ഈ മൈൻഡ് ചെയ്യൽ നമുക്കൊരു പ്രശ്നമാണല്ലോ. അത് പ്രശ്നമല്ലാണ്ടായി തീർന്നത് ക്ലാസ്സിൽ കേട്ടു തുടങ്ങിയപ്പോഴാണ്. ആരും മൈൻഡ് ചെയ്തില്ലെങ്കിലും നമുക്ക് ആരുടെ കൂടെയും കൂടാമെന്നുള്ളൊരു ധൈര്യം തന്നത് ഹാർമണിയാണ്. അങ്ങനെയാണ് ഞാൻ ഷൗക്കയ്ക്ക് മെസ്സേജ് അയച്ചു. ഷൗക്ക് പറഞ്ഞു അതിനെന്താ കയറിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പം തന്നെ ഒരു ആശ്വാസമായി. പിന്നെ കയറുന്ന സമയത്ത് ക്ലാസ്സുകളിൽ കയറും, ഇൻട്രാക്റ്റീവ് സെഷനിൽ പറ്റുകയാണെങ്കിൽ ഞാൻ മുങ്ങും. എപ്പോഴെങ്കിലും പേര് വിളിച്ചാലോ, എങ്ങനെയാ സംസാരിക്കുക? അപ്പോഴാണ് എൻ്റെ ചെറിയ മോള് ഷൗക്കമാമേനെ എങ്ങനെയാണെന്നറിയില്ല, എൻ്റെ 2 മക്കളും ഞാൻ ഈ ക്ലാസ് കേൾക്കുമ്പോഴൊക്കെ എൻ്റെ കൂടെ ഇരുന്ന് ക്ലാസ് കേൾക്കും. അപ്പോൾ എനിക്ക്, കാരണം പിള്ളേരെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ ഒരു വ്യക്തിനെ കേൾക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനത്തെ ഒരു ക്ലാസ് ഞാൻ കേൾക്കാനിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുക. പക്ഷെ 2 പേരും കേൾക്കാറുണ്ട്. അതിനേക്കാൾ ഉപരി എൻ്റെ ചെറിയ ആള് ഷൗക്കേനെ എങ്ങനെയെങ്കിലും പരിചയപ്പെടണം, അല്ലെങ്കിൽ ഷൗക്ക് മാമയുടെ അടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ ഇൻട്രാക്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ ആളുടെ എന്തെങ്കിലുമൊക്കെ കുസൃതിയായിട്ടൊക്കെ വരും. അപ്പോൾ അവരാണ് എന്നെ സത്യം പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുക. എന്തിനാ അമ്മ ഓഫ് ചെയ്യണേ, അമ്മ എന്തിനാ ഇന്ന് കയറാണ്ടിരിക്കണേ, അമ്മ കയറ്. അമ്മ കയറുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല, അവൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കൂട്ടായ്മയിൽ കയറിയപ്പോഴാണ് എൻ്റെ അടുത്തൊരു ഓഫർ വന്നു. ഇങ്ങനൊരു ഹാർമണി എന്ന് പറയുന്ന ഇതിനൊരു പാരലൽ ലൈൻ ഉണ്ട്, വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതിലും കയറിക്കോ. അങ്ങനെ അതിൽ കയറിയപ്പോഴാണ് എൻ്റെ സ്വന്തം നാട്ടുകാരനായ സതീഷിനെ പരിചയപ്പെടുന്നത്. വളരെ കുറച്ച് ദൂരങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷേ എനിക്കിങ്ങനെ ഒരാൾ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അതിൽ കയറി കഴിഞ്ഞു. പിന്നെ പതുക്കെ ഓരോ ദിവസവും അതിലെ ചിന്താപ്രഭാതങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു വിഷയം തരും, ആ വിഷയത്തിനെ കുറിച്ച് എഴുതാൻ. ഞാൻ അങ്ങനെ എഴുതുന്ന ഒരാളൊന്നും ആയിരുന്നില്ല. സംഭവം മലയാളം ടീച്ചറൊക്കെ തന്നെയാണ്, വായിക്കാൻ ഇഷ്ടമാണ്.
പക്ഷെ എഴുത്ത് എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു തോന്നൽ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയങ്ങൾ തരുമ്പോൾ പലപ്പോഴും എഴുതാൻ ശ്രമിക്കും, അതും ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ മടിയാ, നേരെ റോബിന് അയച്ചു കൊടുക്കും. അപ്പോൾ റോബിൻ എൻ്റെ അടുത്ത് പറയും, അല്ല ഇതെന്തിനാ എനിക്ക് അയച്ചു തരണേ, ഗ്രൂപ്പിലിട്, ബാക്കിയുള്ളവരുടെ അഭിപ്രായം കൂടെ അറിയേ. ഞാൻ പറയും വേണ്ട, എനിക്കത് തിരുത്തിത്തായോ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാം. പറയില്ല, ഞാൻ തിരുത്തണില്ല, ടീച്ചർ തന്നെ ഇട്. അവിടെ ഇട്ട് കഴിഞ്ഞാൽ ടീച്ചർക്ക് ആവശ്യമായിട്ടുള്ള തിരുത്ത് അവിടെ നിന്ന് തന്നെ കിട്ടും. അങ്ങനെയാണ് ഞാൻ കുറേശ്ശെങ്കിലും എഴുതി തുടങ്ങിയത്. എൻ്റെ ആദ്യമായിട്ട് ഒരു കവിത ഒരു പുസ്തകത്തിൽ വരുന്നത് നമ്മുടെ സഹിതത്തിലാണ്. അത് വളരെ 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 സന്തോഷം, ഒപ്പം എനിക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ്. കാരണം എന്തൊക്കെയോ ഉള്ളിലുണ്ട്, അത് പുറത്തേക്ക് വരാനുണ്ട്, മറ്റുള്ളവർക്ക് നൽകാനുണ്ട് എന്നുള്ളൊരു തോന്നലിലേക്ക് എന്നെ എത്തിച്ചിട്ടുള്ളത് നമ്മുടെ ഹാർമണി ഗ്രൂപ്പ് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ എനിക്ക് വളരെ അത്ഭുതം തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം സംഗീതമായിരുന്നു. കാരണം സംഗീതം ഞാൻ അതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് കൂടുതലും കാണാറുള്ളത്. പക്ഷെ പല വരകളും ശരിക്കും എന്താണോ എഴുതുന്നതിനേക്കാൾ കൂടുതൽ ഫലിപ്പിക്കുന്ന വരകളാണ് സംഗീതൻ്റേത്. മാത്രമല്ല ആ ഒരു യോഗയുടേതായിട്ടുള്ള ആ ഒരു അപ്പിയറൻസ്, അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ പോസിറ്റിവിറ്റി തോന്നില്ലേ, അതുപോലത്തെ ഒരു പോസിറ്റിവിറ്റി ഉള്ള ഒരുപാട് പേര്, ഒരാളല്ല ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുള്ളത് വളരെ സന്തോഷം. തുടർന്നും ഈ കൂട്ടായ്മ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും ധാരാളം പുസ്തകങ്ങൾ, രചനകൾ നമുക്കിടയിൽ നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു 2 വരി പാടുന്നു, ശരിയാവുമെന്നറിയില്ല. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനീ പൂമരക്കൊമ്പിൽ. ഈ പൂമരക്കൊമ്പിൽ എല്ലാവർക്കും കൂടുകൂട്ടാനാവട്ടെ. കൂട്ടിലെല്ലാവരും സ്നേഹത്തോടെ കഴിയട്ടെ. നന്ദി. വാഴണം നിത്യം, വാഴണം വാഴണം സുഖം, ആഴമേറും നിൻമഹസ ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം